നിങ്ങളെ ബ്ലഡ് മാർക്കേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മെഗ്നീഷ്യമോ സിങ്കോ വൈറ്റമിൻ ഡി പക്ഷെ പൊതുവേ മലയാളികളിൽ എല്ലാവർക്കും തന്നെ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വരുന്ന അധിക ക്ലയൻസും ഉമ്മമാരും 13-14 വയസ്സായ മക്കളും ആണ് PCOSും ഈ ബാക്കി സിംറ്റംസും ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എന്താണോ കയ്യിലേക്ക് മന്തി കഴിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ദുബായ് ചോക്ലേറ്റ് പുതിയ ഷേക്ക് ഇറങ്ങിക്കണം പോയി കുടിക്കുക, കാരണം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ല, എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തോട്ട് നെക്സ്റ്റ് ഡേ വരും. ഇപ്പോൾ എൻ്റെ 9-inch പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കാലറി ബേസ്ഡ് ആണ്. ക്വാണ്ടിറ്റി ആണ് കൺട്രോൾ ചെയ്യുന്നത്, പോർഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നിങ്ങളുടെ ടൈമാണ് കൺട്രോൾ ചെയ്യുന്നത്. ശർക്കര, ബ്രൗൺ ഷുഗർ ഇതൊന്നും ഒരു വ്യത്യാസവും ഇല്ല. വൈറ്റ് ഷുഗർ കുറച്ചും കൂടി പ്രോസസ്ഡ് ആണ്, ബ്രൗൺ ഷുഗറും അത്ര തന്നെ പ്രോസസ്ഡ് ആണ്. എന്താ പറയുക, ചായയിൽ ഷുഗറിന് പകരം ഹണി വയ്ക്കുമ്പോൾ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഇപ്പം ഇൻഫർമേഷൻ ഒരുപാട് അധികമായിട്ട് അത്ര ഡീറ്റെയിലേക്ക് ഇപ്പം ആൾക്കാർ പ്ലേറ്റ് എടുത്താൽ തന്നെ ആയോ ഇത് ഭക്ഷണം അധികമായോ, അല്ല ഇനി ഇത് 100 കാലറി ആയോ, ഇത് 120 കാലറി ആയോ, പിന്നെ ഇത് ആദ്യം ഏതാ തിന്നേണ്ടത്, ഇതിൽ ഓയിൽ അധികമായോ, ഇത് ഏതാ നല്ല ഓയിലാണ്. ഭക്ഷണത്തിന് മാത്രമാണ് എപ്പോഴും ഭക്ഷണ രീതി, അത് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയും അത്ര തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഏത് ഭക്ഷണവും കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ലിസണേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണുള്ളത്. അതായത് നമ്മൾ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷണ രീതിക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ളതാണ്. നമ്മൾ പൊതുവെ ഇന്ത്യൻസിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല എന്ന് നമ്മളുൾപ്പെടെ വെസ്റ്റേണേഴ്സ് വരെ പറയുന്നുണ്ട്. ഇന്ത്യൻസിൻ്റെ ഒരു ഭക്ഷണ രീതിനെ ഏറെ കുറ്റം പറയുന്നൊരു ടൈമാണ്. പൊതുവെ നമ്മളെ ബോഡി സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ തന്നെ ലീൻ ബോഡി ആയിരിക്കും, വേസ്റ്റിൻ്റെ അവിടെ ബെല്ലി ഫാറ്റായിട്ട് നല്ല രീതിക്ക് ഉണ്ടാകും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഭക്ഷണ രീതിയാണ് അതിനൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വിഷയത്തെ പറ്റി വളരെ നല്ല രീതിക്ക് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിക്ക് ബോധവൽക്കരണം ചെയ്യുന്ന മിസ്സസ് നസ്രീനാണ് നമ്മളെ കൂടെ ഉള്ളത്. വെൽക്കം നസ്രീൻ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താണ്? വാട്ട് മേക്സ് യു എ ന്യൂട്രീഷനിസ്റ്റ്? ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ഹോമിയോപ്പത്തിക് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ മെഡിക്കൽ സ്കൂളിൽ ഒരു 3rd ഇയർ യൂണിവേഴ്സിറ്റി വരെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി റൈറ്റ് നൗ ഇഫ് ഐ വുഡ് സേ, ഞാൻ 3rd ഇയർ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി. ഞാൻ ഈ കാണുന്നതിലും പ്ലസ് 25 കിലോസ് 22 ടു ബി എക്സാക്ട് 22 കിലോസ് എക്സ്ട്രാ ആയിരുന്നു. അപ്പം പിന്നെ 3 മക്കളൊക്കെ ആയി. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ വെരി യങ് ഏജിൽ ഞാൻ ആക്ച്വലി ഞാൻ വളർന്നു വന്നത് ഭയങ്കര ഒരു മലബാർ മുസ്ലിം ഹൗസ് ഹോൾഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഭക്ഷണ രീതി ആണ് നമ്മളെ തടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡും ഭക്ഷണ രീതിയും തടിയും തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് പോലും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. ഈവൻ ഗോയിങ് ടു 2 to 3 years ഓഫ് മെഡിക്കൽ സ്കൂൾ, സത്യം പറഞ്ഞാൽ അത്യാവശ്യം എഡ്യൂക്കേഷനുള്ള ഫാമിലിയിൽ നിന്നൊക്കെ വന്നിട്ട് പോലും നമുക്ക് ഭക്ഷണ രീതിയാണ് നമ്മളെ ഉമ്മ തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മമാർ ലൈക്ക് നമ്മളെ ഫാമിലി തന്നെ തടിച്ചിട്ടാണ്, അതുകൊണ്ട് നമ്മളും തടിക്കും, അല്ലെങ്കിൽ ജനറ്റിക്സ് ആണ് തടിയുടെ ബേസിക്സ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഞാൻ ഒരു വെരി യങ് ഏജിൽ തന്നെ എനിക്ക് ഒരുപാട് ലൈക്ക് നടുവേദന, മുട്ടുവേദന, അങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് വന്ന് തുടങ്ങിയപ്പം ചേഞ്ച് ചെയ്തതാണ് ശരിക്കും. ലൈഫ് സ്റ്റൈലിനൊരു മാറ്റം വരുത്തണം എന്ന് തോന്നിയത്. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ 20 കിലോസ് കുറച്ചതിന് ശേഷമാണ് ഞാൻ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതും ഈ കോച്ചിങ്ങിലേക്ക് വരുന്നതും ഒക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ. ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് നമ്മൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് ഫസ്റ്റ് വന്നൊരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കേണ്ട, എത്ര വിറ്റാമിൻ വേണം, അങ്ങനത്തെ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു ഇമേജാണ് എനിക്ക് ന്യൂട്രീഷനിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ശരിക്കൊരു ന്യൂട്രീഷനിസ്റ്റ് എന്താണ്, അതേപോലെ തന്നെ ഇപ്പോൾ ഫുഡ് എന്ത് കഴിക്കണം എന്നുള്ളതിൽ മാത്രമല്ല എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് സെഗ്മെൻറ്റിൽ വരുന്ന, അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂട്രീഷനിസ്റ്റ്? ഇപ്പോൾ ഞാനൊരു ക്ലയൻറ്റാണ്, അല്ലെങ്കിൽ ഞാനൊരു പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റിനെ കാണാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് ന്യൂട്രീഷനിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഞാൻ ഈവൻ എൻ്റെ പേജിൽ ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഒന്നും നിങ്ങൾ നോക്കിയാൽ കാണില്ല. കാരണം ഒരു വെയിറ്റ് ലോസ് പൊതുവേ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ആൾക്കാർ എത്തുന്നത്
വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് അധികവും 90% ആൾക്കാരും. പക്ഷേ എന്നെ ഒരു വെയിറ്റ് ലോസ് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് കാണണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പേജിൽ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസോ അങ്ങനത്തെ ഒന്നും റാദർ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അതായത് നമ്മളെ ഭക്ഷണ രീതി, മലയാളികളുടെ ഭക്ഷണ രീതി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്, അല്ല എന്നല്ല. പക്ഷേ അതിൽ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മളെ സാധാ ഭക്ഷണ രീതി കഴിച്ചിട്ട് ഒരുപാട് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഈവൻ ഡിസീസസ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലെങ്കിലും ഈ പറഞ്ഞ ഒരു ഇപ്പം റൈറ്റ് നൗ ഇപ്പോൾ ഒരു 20 to 40 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നടുവേദന, മുട്ടുവേദന, പിന്നെ ഈ പറഞ്ഞ പോലെ PCOD, PCOS, ഡയബറ്റിസ് അല്ല ഫ്രീ ഡയബറ്റിക്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും ഉണ്ട്. എന്നിട്ടും ആർക്കും നമ്മളെ ഭക്ഷണം വിടണ്ട. പക്ഷേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതേ ഭക്ഷണം തന്നെ കഴിക്കാം, പക്ഷെ കുറച്ച് ചേഞ്ചസും എലോങ് വിത്ത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്ത് ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം അതിൻ്റെ കൂടെ, ഇപ്പോൾ ഹൈഡ്രേഷൻ ആയാലും പ്രോപ്പർ മൂവ്മെൻറ്റ് ആയാലും ഫിസിക്കൽ ആക്ടിവിറ്റി ആയാലും എങ്ങനെ കൂട്ടണം, എല്ലാം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആസ് എ ന്യൂട്രീഷനിസ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭക്ഷണ രീതിയിൽ കുഴപ്പമുണ്ടെന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികളുടെ ഭക്ഷണ രീതിക്ക് എന്താണ് കുഴപ്പം, എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്? മലയാളികളുടെ മലയാളികളുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ നെയ്പത്തിരി, പൊറോട്ട, ബീഫ്, അരിപ്പത്തിരി, ഇങ്ങനത്തെ സാധാ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചോറ്, നമ്മളുടെ സാധാരണ ചോറ്, മീൻ കറി, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഒഴിവാക്കേണ്ട കാര്യം ഇല്ല. ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോറ്, മീൻ കറി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ അടുത്ത് വന്നാൽ ഫസ്റ്റ് എൻ്റെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ക്രേവിങ്സ് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ക്രേവിങ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഏത് നേരവും വിശക്കുന്നത് അല്ലെങ്കിൽ ഏത് നേരവും ഭക്ഷണത്തെ പറ്റി ആലോചിക്കുന്നത് നമ്മൾ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്താത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ 3 നേരവും ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികൾക്ക് ശരിക്കും അറിയാത്തത്. അതായത് ഒരു പ്ലേറ്റിൽ ഇനഫ് പ്രോട്ടീൻ, ഇനഫ് കാർബ്സ്, ഇനഫ് ഫൈബർ, 3ഉം ആവശ്യത്തിൽ. അതായത് ഇപ്പോൾ കാർബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കാർബ്സും പ്രോട്ടീനും ഫാറ്റും അതിൻ്റേതായ അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചോറ്, മീൻകറി, വറവ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്താനും അത് കഴിഞ്ഞാൽ ഈ മധുരത്തിൻ്റെ ക്രേവിങ് ഇല്ലാതാക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ ചോറ് അല്ലെങ്കിൽ കുറേ മീൻകറി, ഇപ്പം ഫോർ എക്സാമ്പിൾ ചോറ്, ഇപ്പം നമ്മൾ എൻ്റെ അടുത്ത് തന്നെ ആൾക്കാർ വരും, ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നതെന്ന്. പക്ഷെ നോക്കിയാൽ കുറേ ചോറ്, 2-3 തരം വെജിറ്റബിൾസ്, കുറേ കറികൾ, അപ്പം അതെല്ലാം വെജിറ്റബിൾ കറികളായിരിക്കും, പക്ഷെ പ്രോട്ടീൻ മിസ്സിങ് ആയിരിക്കും അവിടെ. അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ വെറുതെ കുറേ എണ്ണ ഇട്ട് കഴിച്ചിട്ട് അവിടെ കാര്യമില്ല. അതിൽ നിന്നും മാറിയിട്ട് ആ ചോറ് ഇനഫ് ക്വാണ്ടിറ്റിയിൽ, മീൻകറി ഇനഫ് ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ ചിക്കൻ കറി ഇനഫ് ക്വാണ്ടിറ്റിയിൽ, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, അങ്ങനെയാണ് കഴിക്കേണ്ടത് 3 നേരവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. പിന്നെ അതിൻ്റേതായ ക്വാണ്ടിറ്റിയിലും കഴിക്കാൻ പറ്റുന്നത് ഇങ്ങനെ 3ഉം ശരിയായ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം കുറേ ചോറ്, അത് കഴിഞ്ഞ് കുറേ വെജിറ്റബിൾസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മധുരത്തിൻ്റെ ക്രേവിങ് വരുന്നതും അതുകൊണ്ടാണ്. ഓക്കെ. ഈ ഇനഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ലൈക്ക് പ്ലേറ്റിൻ്റെ അതെ, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 9-inch പ്ലേറ്റ് മെത്തേഡാണ്. പൊതുവേ സാധാരണ നമ്മൾ എടുക്കുന്നതിലും ചെറിയൊരു പ്ലേറ്റ് എടുക്കുക. ഓട്ടോമാറ്റിക് കാലറി കൺട്രോൾ ആണ് വരുന്നത്. ഞാൻ പൊതുവേ നമ്പേഴ്സിൽ സംസാരിക്കാറില്ല. കാരണം വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് അങ്ങനെ ഒരു നമ്പേഴ്സിൽ കാണണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ 3 നേരവും നമ്മൾ എടുക്കേണ്ട പ്ലേറ്റ് സാധാരണ എടുക്കുന്ന പ്ലേറ്റിൽ നിന്നും കുറച്ച് കുറവ്, സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കാലറി കൺട്രോൾ ചെയ്യും. അതിൻ്റെ ഹാഫ് പ്ലേറ്റ് വെജീസ്, അതായത് ഇപ്പോൾ രാവിലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, രാവിലെ ഇപ്പം ഇഡ്ഡലി സാമ്പാർ എടുക്കുകയാണെങ്കിൽ സാമ്പാറിലെ വെജീസ്, ആ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ഹാഫ് 1/4 പ്രോട്ടീൻ ആയിട്ടും 1/4 കാർബ്സ് ആയിട്ടും. ഇപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലി
സാമ്പാറാണ് പൊതുവേ തിന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യാറ് ഒരു 4 ഇഡ്ഡലി എടുക്കും, എന്നിട്ട് കുറേ ചട്നി ഒഴിക്കും. അവിടെ പ്രോട്ടീൻ ഇല്ല, ഫൈബറും ഇല്ല. പക്ഷെ എല്ലാവരും സാമ്പാറിലും വിചാരിക്കുന്ന protein സ്റ്റീംഡ് ഇഡ്ഡലിയാണ്. സോറി, അല്ല സാമ്പാറിലും പ്രോട്ടീൻ ഇല്ലല്ലോ. അല്ല, സാമ്പാറിൽ വരുന്ന ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ 4 ഇഡ്ഡലിയും ചട്നിയും കഴിക്കുകയാണ് രാവിലെ. അപ്പൊ അവര് വിചാരിക്കുന്നത് ഞാൻ സ്റ്റീംഡ് ഫുഡാണ് കഴിക്കുന്നത്, ഞാൻ ഇഡ്ഡലിയാണ് കഴിക്കുന്നത്, ഭയങ്കര ഹെൽത്തിയാണ് അവിടെ കഴിക്കുന്നത്. അത് അത്രക്ക് ഹെൽത്ത് ആണോ എന്നുള്ളത് ശരിയില്ല സത്യം പറഞ്ഞാല്. അതിന് പകരം നിങ്ങൾ 2 ഇഡ്ഡലിയും ഒരു ബോൾ സാമ്പാറും വിത്ത് ഇനഫ് വെജീസ്, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത് എടുക്കണമെങ്കിൽ എടുക്കാം. സാമ്പാറിനും പരിപ്പിന്നും വരുന്ന പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ ഈ 4 ഇഡ്ഡലി ചട്നി എന്നുള്ളത് മാറി 2 ഇഡ്ഡലി സാമ്പാർ മുട്ട എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും എനർജിയാണ് കിട്ടുന്നത് ശരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ 4 ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഫുള്ളി കാർബ് ഹെവിയാണ്. മെയിൻ നമ്മളെ മലയാളികളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കാർബ് ഹെവി ആണ് എന്നുള്ളതാണ്. ജനറലി വെസ്റ്റേണേഴ്സിൻ്റെ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പ്രോട്ടീനും ഇലവർഗ്ഗങ്ങളും നല്ലോണം അധികം ഉണ്ട് അവരുടെ ഡയറ്റിൽ. ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ ഫ്രൈഡ് ഫുഡ്സും എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്ക് വെരി കാർബ് ഡോമിനൻ്റ് ആണ് നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം നമുക്ക് 2 ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നത് ഈ പ്രോട്ടീൻ ഇനഫ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ. അല്ല എനിക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഇഡ്ഡലി ചട്നി പറഞ്ഞു, ഇതുപോലെ മസാല ദോശ ആണെങ്കിലും പ്യോർലി കാർബ്സ് ആണ്. എക്സാക്ട്ലി. അപ്പോൾ മസാല ദോശയ്ക്ക് പകരം പൊരിബാജി എടുക്കുകയാണെങ്കിൽ അതും കാബ് ഓൺലി. അപ്പോൾ ഒരുവിധം നമ്മൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ പ്യോർലി കാബ് കോൺസെൻട്രേറ്റഡ് ആണ്. അതന്നെ വലിയ പ്രശ്നമാണ്. കംപ്ലീറ്റ്ലി മോശം എന്ന് പറഞ്ഞ് തള്ളിക്കറിയാൻ പറ്റില്ല. അത് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മളെ കൾച്ചർ വിട്ടിട്ട് ഏതോ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഫൈബർ ഏറ്റവും അധികം ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് അവക്കാഡോ, ബ്ലാക്ക് ബീന്, കെയില്, ബെറീസ് അങ്ങനത്തേതാണെങ്കിൽ നമുക്കിപ്പം എനിക്കൊരു മലയാളി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് നാളെ മുതൽ അവക്കാഡും ബ്ലാക്ക് ബീനും രാവിലെ കഴിക്കണം എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഈ മസാല ദോശ മാറ്റിയിട്ട് ഒരു പനീർ ദോശയോ അല്ലെങ്കിൽ ദോശയും സാമ്പാറും ഒരു മുട്ട പുഴുങ്ങിയത് ആഡ് ചെയ്തിട്ട് അങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അല്ലെന്താ പറയുക, പൊതുവേ നമ്മൾ ഡയറ്റിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ ഒരു ഓട്ട്മീലായിരിക്കും. ഒരുവിധം എല്ലാവർക്കും രാവിലെ ഓട്ട്മീലായിരിക്കും ഡയറ്റിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല പ്രോട്ടീനും ലൈക്ക് ഇതൊരു ബാലൻസ്ഡ് ആണെന്ന് തോന്നുന്നില്ല. എങ്ങനെ കേട്ടില്ല. പൊതുവേ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ നാളെ തൊട്ട് ഡയറ്റ് തുടങ്ങണം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഡയറ്റ് തുടങ്ങാമെന്ന് പറയുമ്പോൾ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാവിലെ എന്താണോ അത് കഴിക്കുന്നത് അത് മാറ്റിയിട്ട് ഓട്ട്മീൽ ആക്കുക, ഓട്ടും പാലും മിക്സ് ചെയ്തിട്ട് ഓട്ട്മീൽ ആക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അതൊരു ബാലൻസ്ഡ് ഫുഡ് അല്ലല്ലോ സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പോൾ അത് ലൈക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ റോങ് ആണെന്നുള്ളതല്ലേ. അതെ, അതാണ് എനിക്ക് വേറൊരു കാര്യം പറയുന്നത്. ഈ നാളെ മുതൽ ഡയറ്റ് തുടങ്ങുക എന്നുള്ളത് അതല്ല. ഡയറ്റ് എന്ന് പറയുന്നത് ജീവിത രീതിയാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ യങ് ആയിട്ടിരിക്കുമ്പോൾ നാളെ മുതൽ തുടങ്ങുക, ആ മോട്ടിവേഷൻ നമുക്ക് എല്ലാ ദിവസവും കിട്ടും ഒരു പക്ഷേ. 35 കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മോട്ടിവേഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ജീവിത രീതി ആക്കിയാൽ അത് ഫോർ എവർ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ട്മീൽ ആണെങ്കിൽ ഏതൊരു ഭക്ഷണവും നമ്മൾ അതിനെ അറിഞ്ഞിട്ട് അത് കാർബാണോ പ്രോട്ടീനാണോ ഫാറ്റാണോ ജസ്റ്റ് അറിഞ്ഞു വെച്ചിട്ട് അതിൻ്റേതായ അളവിൽ. ഇപ്പോൾ ഒരു ഓട്ട്മീൽ നമുക്ക് എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ്, 1/2 കപ്പ് ഏത് പാലിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാലിൽ 1/2 കപ്പ് ഇടുക. പിന്നെ അതിൽ ഫൈബർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2 സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്യാം, ഒരു ചെറുപഴം ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ ആക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അവിടെ. കാരണം അതിൽ പ്രോട്ടീൻ ഇല്ല, ഫൈബർ ഉണ്ട്. അപ്പോൾ അവിടെ കാർബ്സ്, പ്രോട്ടീൻ, ഫൈബർ ഇനിയും ആക്കി. അതായത് ഞാൻ പറഞ്ഞ ഏത് ഭക്ഷണവും കഴിക്കാം, പക്ഷേ കഴിക്കേണ്ട ക്വാണ്ടിറ്റിയും പിന്നെ ഇങ്ങനെ ബാലൻസ്ഡ് ആക്കി കഴിക്കുക എന്നല്ല. ഈ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത 3-4 മണിക്കൂറിനേക്ക് ഈ ബോഡി നമ്മളുടെ ഇത് പ്രോപ്പർലി ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അല്ല ഇത് ഇങ്ങനെ പറഞ്ഞ രീതിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് പലപ്പോഴും അല്ല എന്താ പറയുക, ഇപ്പോൾ ഫാരിസ് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും വിചാരിച്ചാൽ ഇപ്പോൾ നമ്മൾ ചില പോയിന്റ് നമ്മൾ വിചാരിക്കും ഓക്കെ ബോഡിയൊക്കെ ഒന്ന് നോക്കണം, സെറ്റാക്കണം. പിന്നെ പിറ്റേന്ന് നമ്മൾ ചിന്തിക്കുക എന്തായാലും മരിച്ചു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്താണോ കയ്യിൽ ഓക്കെ മന്തിയെങ്കിൽ മന്തി കഴിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ദുബായ് ചോക്ലേറ്റ് പുതിയ ഷേക്ക് ഇറങ്ങിക്കണം പോയി കുടിക്കുക. കാരണം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ല, എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു തോട്ട് നെക്സ്റ്റ് ഡേ വരും. പിന്നെ നെക്സ്റ്റ് ഡേ അത് കുറ്റബോധമാവും, ലൈക്ക് എന്തിനാ ചെയ്തേ. അപ്പോൾ ലൈക്ക് ആ ഒരു മെന്റാലിറ്റി എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം എന്നുള്ളതല്ലേ. അതിന് കുറേ ആസ്പെക്ട്സ് ഉണ്ട് ആക്ച്വലി പറഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ
ഗിൽറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഗിൽറ്റ് വരുന്നത് ഇവിടെ? ഗിൽറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നമ്മളത് ചെറുകളെ ബ്രേക്ക് ചെയ്തതാണ്. അറ്റ്മോസ്ഫിയർ നോക്കുമ്പോൾ ഓക്കെ അല്ല, നിങ്ങളുടെ ബോഡി സെറ്റ് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടല്ലേ? നിങ്ങളുടെ ബോഡി സെറ്റ് ആയിട്ടില്ല അല്ലേ? അപ്പൊ ആ ബോഡി സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ സത്യം പറയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ യങ് ക്രൗഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്തി കഴിച്ചാലും അത് കഴിഞ്ഞ് ചോക്ലേറ്റ് കുനാഫ കഴിച്ചാലും ഷേക്ക് കഴിച്ചാലും തിരിച്ച് വന്നിട്ട് ഗിൽറ്റ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ന് രാത്രി മുഴുവൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ അന്ന് പിന്നെയും ഷുഗർ ക്രേവിങ് ഉണ്ടാവും, പിറ്റേ ദിവസം ഉറങ്ങി എണീച്ചാൽ ഇത് തീരും. പക്ഷേ ഇപ്പം ഞാൻ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം എനിക്ക് വരുന്ന അധിക ക്ലയൻസും ഉമ്മമാരും 13-14 വയസ്സായ മക്കളും ആണ് PCOSഉം ഈ ബാക്കി സിംറ്റംസും ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അസിഡിറ്റി, ബ്ലോട്ടിങ് ഇതൊന്നും നിങ്ങൾക്കില്ല. ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് അസിഡിറ്റി ഇല്ല, ബ്ലോട്ടിങ് ഇല്ല, അങ്ങനെ ഒരു വേദനകളും പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തുടർന്നു പോകാം വേണമെങ്കിൽ. മനസ്സിലായോ? ഓക്കെ. അപ്പം അത് മോട്ടിവേഷൻ്റെ കാര്യം അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ബോഡി സെറ്റാക്കാം, നാളെ മുതൽ തുടങ്ങാം, അടുത്ത മൺഡേ മുതൽ തുടങ്ങാം എന്ന് പറയുന്നത് നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ജീവിത രീതിയാക്കി മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഇഡ്ഡലി കഴിക്കാം, നിങ്ങൾക്ക് 5 ഇഡ്ഡലി തന്നെ കഴിക്കണം, അല്ലെങ്കിൽ 5 പൊറോട്ടയും ബീഫും തന്നെ കഴിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു 3 ദിവസം ഇങ്ങനെ കഴിച്ചു നോക്കൂ. ഒരു 4 പൊറോട്ടയും ഒരു വലിയ ബീഫ് കഴിക്കുന്നതിന് പകരം ഒരു 2 പൊറോട്ടയും ഒരു ബോൾ ബീഫോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സാലഡ്, കക്കിരി മാത്രം മുറിച്ച് കഴിച്ചാലും മതി. പക്ഷെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി വരില്ല. ബിരിയാണി എങ്ങനെ കഴിക്കും? ബിരിയാണിയും കഴിക്കാം അങ്ങനെ തന്നെ. സോ ഓക്കെ, ബിരിയാണിയിൽ നിങ്ങൾ എന്താ ഇപ്പോൾ ചിക്കൻ, ഓക്കെ ചിക്കൻ ബിരിയാണി എടുക്കാം. ചിക്കൻ പ്രോട്ടീനാണ്. അപ്പോൾ ചിക്കൻ 2 നല്ല വലിയ പീസസ് എടുക്കുക, എന്നിട്ട് ചോറും അതിൻ്റെ കൂടെ തന്നെ എടുക്കുക. സോ ദാറ്റ് കാർബ് പോർഷനായി. സാലഡിൻ്റെ കൂടെ കഴിക്കുക. അതല്ല ഇനി നിങ്ങൾ തൈരിലാണെങ്കിൽ കുറേ തൈരിൽ വെറും ഉള്ളിയും തക്കാളിയും മുറിച്ചിടുന്നതിന് പകരം കുറച്ചധികം കുക്കമ്പറും കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടി. അങ്ങനെയാണ് ഞാൻ പ്ലേറ്റ്സ് വെറുതെ എല്ലാവരും മാറ്റി കൊണ്ടുവരുന്നതും എനിക്കും. അതായത് നമ്മൾ എല്ലാ നേരവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ഞാൻ സ്വീറ്റ്സ് കഴിക്കില്ല എന്ന് ഇതാർക്കും ഒരു പരിധി വരെ ഓക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് എത്ര കാലം ചെയ്യും? ഭയങ്കര മോട്ടിവേഷനും ഡെഡിക്കേഷനും ഡിസിപ്ലിനും ഉള്ള ആൾക്കാർ 1 മാസം ചെയ്യുമായിരിക്കും, 3 മാസം ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് 3 മാസമോ 6 മാസമോ ചെയ്യേണ്ട കാര്യമല്ല, ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് ലോങ്. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ പ്രോട്ടീൻ അത്ര തന്നെ കാർബ്സ്. അല്ല, ഹാഫ് പ്ലേറ്റ് എപ്പോഴും 9-inch പ്ലേറ്റ് മെത്തേഡ്. ഹാഫ് പ്ലേറ്റ് വെജീസ്, റെസ്റ്റ് ഓഫ് ദ ഹാഫ് 1/4 പ്രോട്ടീൻ 1/4 കാർബ്സ്. ഓക്കെ. എന്ത് കഴിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്താം. ബ്ലഡ് ഷുഗർ ഇങ്ങനെ സ്പൈക്ക് ചെയ്യും താഴെ, അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ക്രേവിങ് വരുന്നത്. ഓക്കെ. പക്ഷെ ഇപ്പോൾ പ്ലേറ്റ് ബാലൻസ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യണ്ട. കാലറി അതുകൊണ്ടാണ് ആ 9-inch ഓട്ടോമാറ്റിക് കൺട്രോൾ വരുന്നത്. ഓട്ടോമാറ്റിക്കലി കാലറീസ് കുറച്ചില്ല, നിങ്ങൾ വലിയ പ്ലേറ്റ് എടുക്കുന്നതിന് പകരം ചെറിയ പ്ലേറ്റ്. ഓക്കെ. റൈറ്റ്. അതായത് കാലറി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിപ്പം നമ്മൾക്ക് ഇപ്പോൾ അറിയാം 100 ഗ്രാം ചിക്കനിൽ 24 മുതൽ 28 ഗ്രാം വരെ പ്രോട്ടീൻ, ഒരു മുട്ടയിലെടുത്ത 6 ഗ്രാം പ്രോട്ടീൻ. നമുക്ക് ഇങ്ങനെ നോക്കി ജീവിക്കണോ എന്നുള്ളതാണ്. മനസ്സിലായി? അത് കുറേ കാലം നീണ്ടു നിൽക്കൂല. നമ്മൾ പ്ലേറ്റിലിടുന്ന ഭക്ഷണത്തിന് നോക്കിയിട്ട് ഓക്കെ ഇത് 100 ഗ്രാം, ഇത് 200 ഗ്രാം, ഇത് 320 കാലറി, ഇത് എത്ര കാലം പോവും? അങ്ങനെയല്ല. നമ്മൾ ആ ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്ത് നിർത്തി ആവശ്യത്തിന് തിന്ന് അത് പിന്നെ അതങ്ങ് ശീലമാവും ആക്ച്വലി പറഞ്ഞാൽ. അല്ല എന്താ പറയുക, നമ്മളെ വീട്ടിലൊക്കെ 9 പ്ലേറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ വീട്ടിലെല്ലാവരും കുറച്ച് വലിയ പ്ലേറ്റ് കൊള്ളാൻ വേണ്ടി 9 പ്ലേറ്റിൽ 2 പ്രാവശ്യം കഴിക്കും. അല്ല അതാ ഞാൻ പറഞ്ഞേ, ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ. അല്ല അത് എനിക്ക് എന്റെ കഥ തന്നെ പണ്ട് ഞാൻ പറഞ്ഞ 8ഉം 9ഉം ഇറച്ചിപ്പത്തിരി തിന്ന അതേ ആളാണ് ഞാൻ ഇപ്പൊ ഒരു ഇറച്ചിപ്പത്തിരിയിൽ നിർത്തുന്നത്. ഓക്കെ. അതൊരു ഹാബിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല, ക്രേവിങ്സ് വരൂല. ഇല്ല, ക്രേവിങ്സ് വരൂല. അതെ, എക്സാക്ട്ലി. അങ്ങനെ നമ്മൾ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യാം, ക്രേവിങ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ പണ്ടത്തെ കാലം എടുത്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ 3 നേരത്തെ മീൽസേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഇടനേരത്ത് ഇങ്ങനെ ഭക്ഷണം 11 മണിക്കും 4 മണിക്കും എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും ഭക്ഷണം ഇല്ല ശരിക്കും. ഓക്കെ. അല്ല ഇടയിന്നപ്പോ വിശക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്നാക്ക് അതാ ഞാൻ പറഞ്ഞ വൈകുന്നേരം പണി കഴിഞ്ഞാലും ചായയും. ഓക്കെ, വൈകുന്നേരം പണി കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും എന്താ കഴിക്കുന്നത്?
അല്ല എന്തെങ്കിലും ബാലൻസ് പ്ലേറ്റ് അല്ല, അതുകൊണ്ടാണ് Balance plate. അതുകൊണ്ടാണ് ആ വൈകുന്നേരം നിങ്ങൾ ക്ഷീണിച്ച് വന്ന് ചായയോ പഴംപൊരിയോ കഴിക്കാനുള്ളത് നിങ്ങൾ പ്രോപ്പർ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നില്ല ബോഡിക്ക്. അതായത് ഈ പറഞ്ഞ ബാലൻസ്ഡ് മീൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ നേരവും മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിവിധ തരത്തിൽ ഉള്ള പച്ചക്കറി, അതായത് ഇപ്പം ഒരു ദിവസം വെണ്ടക്ക, മുരിങ്ങയില, ചീര, അങ്ങനെ മാറി മാറി ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഈ ക്രേവിങ് വരൂല. ഓക്കെ. അല്ല, ഇപ്പം നമ്മൾ 3 നേരമാണ് ഫുഡ് കഴിക്കുന്ന രീതിയിൽ മുമ്പ് പ്ലേറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഇപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒരു ലൈക്ക് വെയിറ്റ് ലോസിൻ്റെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പോൾ അതേപോലെ അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ പൊതുവേ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ് 8 ഹവറും 6 ഹവറൊക്കെയാണ്. കുറച്ച് അത്ര ഹാർഡായിട്ടുള്ള ഒരു 6ഉം 4ഒക്കെ ട്രൈ ചെയ്യും. പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി ആൾക്കാരും 8 ഹവർ വിൻഡോ ആണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 8 ഹവർ വിൻഡോ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ 3 നേരത്തെ നമ്മുടെ പ്ലേറ്റ്സ് ഏതൊക്കെ ടൈമിലായിരിക്കും ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ? ഓക്കെ, നിങ്ങൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനാ? വെയിറ്റ് ലോസ് അല്ലേ? അതെ. വെയിറ്റ് ലോസ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് അല്ലേ വേണ്ടു? ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, ഞാൻ ലൈക്ക് അങ്ങനത്തെ ഒരു സിനാരിയോ പറഞ്ഞതാണ്. ലൈക്ക് അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആയാലും കീറ്റോ ആയാലും ഇനി നിങ്ങൾ വേറെ ഏത് ഡയറ്റ് എടുത്താലും, ഇപ്പോൾ കാർണിവോർ ഡയറ്റ് എടുത്താലും വരുന്നത് വെയിറ്റ് ലോസിന് വേണ്ടത് കാലറി ഡെഫിസിറ്റ് ആണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളിപ്പം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാണ്. ഓക്കെ, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ 9-inch പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കാലറി ബേസ്ഡ് ആണ്. ക്വാണ്ടിറ്റി ആണ് കൺട്രോൾ ചെയ്യുന്നത്, പോർഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗിൽ നിങ്ങളുടെ ടൈമാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ എവറിത്തിങ് ഫൈനലി കംസ് അപ്പ് ടു കാലറി ഡെഫിസിറ്റ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറഞ്ഞതിനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിന് ഭയങ്കര മാജിക്കൽ ബെനിഫിറ്റ് അവിടെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളെ ജീവിത രീതിയാക്കി മാറ്റാൻ പറ്റുമോ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്? നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം ഓക്കെ ഇപ്പോൾ പോളണ്ടിലും അവിടെ പുറം രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫ് സ്റ്റൈല്, നാട്ടിലേക്ക് പോവുകയാണ്, ഉമ്മാൻ്റെ അടുത്ത് പറയാം ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, എൻ്റെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ്, നടക്കുമോ? ഇല്ല, നടക്കൂല. പക്ഷെ എൻ്റെത് നടക്കും. ഉമ്മ ഞാൻ 4 ഇറച്ചിപ്പത്തിരി തിന്നുന്നില്ല, പക്ഷെ ഇന്ന് 1 മാത്രമേ കഴിക്കുന്നുള്ളൂ, ഞാൻ ഡയറ്റിലാണ്. അപ്പോൾ കുറച്ചും കൂടി ലൈക്ക് നമ്മുടെ ഒരു കേരള കൾച്ചറിലേക്ക് ഒരു ബ്ലെൻഡായി നിൽക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞ ഈ. എക്സാക്ട്ലി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. പക്ഷെ ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്ത. നമ്മളെ വീട്ടിൽ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും രാവിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മാത്രം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ജീവിത രീതിയാക്കി മാറ്റാൻ പറ്റില്ല. അത് പിന്നെയും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡയറ്റ് ചെയ്യണം, ഞാൻ ഡയറ്റ്. അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റന്നാൾ ഇപ്പം ആ വെയിറ്റ് കുറഞ്ഞ പിറ്റേ ദിവസം നിങ്ങളെല്ലാം അവിടെ ഇടും, എന്നിട്ട് രാവിലെ വന്നിരുന്ന് എല്ലാം കഴിക്കും. അത് ലൈഫ് ലോങ് ഹാബിറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. ആ അതെ. അതല്ല ഇനി എല്ലാ ഫാമിലി മൊത്തത്തിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി അങ്ങനെ. ഇപ്പം രാവിലെ നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഡോക്ടേഴ്സ് അങ്ങനത്തെ ഇപ്പം നൈറ്റ് ഉള്ളവർ രാവിലെ ഉറങ്ങുകയാണ്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജീവിത രീതി ആക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഈ 3 നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരെണ്ണം കഴിച്ചിട്ട് 2 മണിക്കൂറിലേക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമൊന്നുമില്ല, ഡെയിലി ഒരു 3 വട്ടം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ലൈക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന വിൻഡോൻ്റെ ഉള്ളിലായിരിക്കും. റെഗുലർ മീൽ ടൈമിങ്സ് നല്ലതാണ്. ബോഡി എപ്പോഴും ക്രേവ് ചെയ്യുന്നത് ഒരു റെഗുലാരിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഏത് സമയം എന്ന് ഭയങ്കര കൃത്യമായിട്ടില്ല. ഇപ്പം നോക്കുക, എനിക്ക് വരുന്ന ഡോക്ടേഴ്സ്, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാർ, ഇവരോടൊന്നും എനിക്ക് രാത്രി എന്താ പറയുക 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. മനസ്സിലായോ? അവർ രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നതാണ്, രാവിലെ ചിലപ്പോൾ എത്തുന്നത് ലേറ്റ് ആയിരിക്കും. അപ്പോൾ റെഗുലർ മീൽ ടൈമിങ്സ് ബോഡി ക്രേവ് ചെയ്യുന്നത് എപ്പോഴും ആ റെഗുലാരിറ്റിയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ സമയം ആവുമ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ ബോഡി ഡൈജസ്റ്റീവ് അബ്സോർബും ചെയ്യണം അല്ലേ? അപ്പോൾ കൃത്യമായി ആ സമയം വരുമ്പോൾ നിങ്ങൾ ഇന്ന് 10 മണിക്കാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ നാളെ 10 മണിക്ക് ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെയും 12 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അസിഡിറ്റി പോലത്തെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അല്ല, ഇത് തന്നെ ഇത് ഇപ്പം നമ്മൾ കാർബ്സും ഫൈബറും പിന്നെ പ്രോട്ടീനും കഴിക്കുന്ന സമയത്ത് ആദ്യം ഏത് കഴിക്കണം എന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഇതിൽ വായിച്ചത് ആദ്യം നമ്മൾ ഫൈബേഴ്സ് എടുക്കണം, ബിക്കോസ് ഫൈബേഴ്സ് ആക്ട് ആസ് എ നെറ്റ് ഫോർ പിന്നെ കാർബൺ ടേക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ട് പിന്നെ പ്രോട്ടീൻ ആദ്യം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഫൈബർ ആദ്യം കഴിക്കണമെന്നോ കാർബ്സ് ആദ്യം കഴിക്കണമെന്നോ അങ്ങനെ അതിനൊരു ഓർഡർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ
ശരിക്കും ഫസ്റ്റ് സാലഡ് വെജീസ് കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മൾ ച്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് മനസ്സിലായി. നമ്മളിപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കഴിക്കും ച്യൂ ചെയ്യാണ്ട്. അപ്പോൾ തന്നെ ആ ഡൈജഷൻ പ്രോസസ്സ് അത്രയും ഫാസ്റ്ററായി. സോ ഈ ഫൈബർ കഴിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആ സാലഡ്സ് കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും ചവച്ചരച്ചിട്ടാണ് കഴിക്കുന്നത്. സോ അവിടെ തന്നെ ഡൈജഷൻ പ്രോസസ്സിങ് ഇസ് സ്ലോ, സോ ദാറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ പ്രോപ്പർലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് പ്രോപ്പർലി ഡൈജസ്റ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഇൻഫർമേഷൻ ഒരുപാട് അധികമായിട്ട് അത്ര ഡീറ്റെയിലേക്ക് ഇപ്പം ആൾക്കാർ പ്ലേറ്റ് എടുത്താൽ തന്നെ ആയോ ഇത് ഭക്ഷണം അധികമായോ, അല്ല ഇനി ഇത് 100 കാലറി ആയോ, ഇത് 120 കാലറി ആയോ, പിന്നെ ഇത് ആദ്യം ഏതാ തിന്നേണ്ടത്, ഇതിൽ ഓയിൽ അധികമായോ, ഇത് ഏതാ നല്ല ഓയിലാ, ഇങ്ങനെ പലതരം കൺഫ്യൂഷനിലാണ് ആക്കിയിട്ടുള്ളത്. ഓക്കെ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലേറ്റിനെ പറ്റിയും ഫുഡിനെ പറ്റി സംസാരിച്ചു. അതുപോലെ തന്നെ ഈറ്റിംഗ് രീതി ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ പെട്ടെന്ന് കഴിക്കും, ഫാസ്റ്റായിട്ട് കഴിക്കും, ചില ആൾക്കാർ ഭയങ്കര സ്ലോ ആയിട്ട് കഴിക്കും. ഇപ്പോൾ ഞാൻ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ലഞ്ച് ബ്രേക്കിന് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് അവൻ ഭയങ്കര സ്ലോ, അവൻ്റെ ഫുഡ് കഴിച്ച് തീരില്ല ബെല്ലടിക്കുമ്പോഴും. പക്ഷേ നമ്മൾ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിച്ചിട്ട് നമ്മൾ ആ ബാക്കി പരിപാടികൾ നോക്കും. അതേപോലെ തന്നെ സ്വാളോ ചെയ്യുന്നത്, അതായത് ഫുഡ് അധികം ചവക്കാതെ വീങ്ങി കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ലൈക്ക് ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് നമ്മളെ ലൈഫ് ഹാബിറ്റ് ഇതിൽ? അതെന്താന്ന് വെച്ചാൽ അതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടിയുണ്ട്, മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ച്യൂ ചെയ്ത് തന്നെ കഴിക്കണം, ബിക്കോസ് ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത്. അവിടെ മുതൽ തന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും നല്ലോണം ചവച്ചരച്ചിട്ട് തന്നെ കഴിക്കണം. പക്ഷേ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ട് ചെറുപ്പം മുതലേ വേഗം കഴിച്ച് ശീലിച്ചവർ ചിലപ്പം ചവച്ചരച്ചാവാം കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ വേഗം കഴിക്കുന്ന മെല്ലെ കഴിക്കുന്നത് എന്നുള്ളത് വേഗവും മെല്ലത്തിൻ്റെ അല്ല, അവർ ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ചൂയിങ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അല്ല, അപ്പോൾ സോളോ ചെയ്യുന്നത് കഴിക്കുന്നത് ലൈക്ക് എന്താണ് ലൈക്ക് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക, ലൈക്ക് അല്ലെങ്കിൽ അതിനെന്ത് അവിടെ തന്നെ സലൈവയിൽ തന്നെ ജ്യൂസസ്, സലൈവ തന്നെ അവിടെ തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യും നല്ലോണം. അതായത് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്മോളർ പീസസിലേക്ക് ആക്കിയിട്ട് ഫൈനലി ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് അല്ലേ. അപ്പം എല്ലാം ചെറിയ 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 ബൈറ്റ്സ് ആക്കുന്നത്. അപ്പം നമ്മളത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബൈറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഗട്ടിലേക്ക് പോകുന്നത്. അത് പിന്നെ ഏത് സ്റ്റേജിലും അത് ബോഡി ചെയ്യും. പക്ഷേ വി ആർ മേക്കിംഗ് ദ പ്രോസസ് മോർ ഈസിയർ ഫോർ ദ ബോഡി. ഓക്കെ ഓക്കെ ശരി. അല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ മെത്തേഡ് അത് എക്സ്പെൻസീവ് ആവും എന്ന് തോന്നുന്നുണ്ടോ, അതോ നമുക്കിപ്പോൾ പോകുന്നൊരു റേഞ്ചിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും? അതായത് ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ വെജീസ് ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ടല്ലോ. ഇത് ഒരു നമ്മുടെ ബഡ്ജറ്റിന് എത്രത്തോളം ബാധിക്കും? ഓർ വി ക്യാൻ ഡു ഇറ്റ് ഇൻ ആൻ അഫോർഡബിൾ വേ? വെരി മച്ച് വി ക്യാൻ ഡു ഇറ്റ് ഇൻ ആൻ അഫോർഡബിൾ വേ, വെരി മച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അത് ഇപ്പോൾ പ്രോട്ടീൻ അധികം വരുമ്പോൾ ഡെഫിനറ്റ്ലി പൈസ കുറച്ച് അധികം വരും, ഓക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആൾക്കാർ സ്വിഗ്ഗിന്നും ഇവിടുന്നും വാങ്ങുന്ന കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വെരി വെരി അഫോർഡബിൾ വീട്ടിൽ നിന്നാണ്. ഇപ്പം ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഞാൻ മീൽസ് അയക്കാൻ പറഞ്ഞാൽ മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം 3-4 പ്രാവശ്യമാണ് ആൾക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നത്. ഇപ്പോൾ 7x3 21 മീൽസിൽ 21 മീലും പുറത്തതല്ല, വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ആക്കുന്നത് വെരി റയർ, നോട്ട് ഈവൻ 1%. ആഴ്ചയിൽ രീതി അങ്ങനെയാണ്, എല്ലാവരും വർക്ക് ചെയ്യാണ്, തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ അപ്പം ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ അഫോർഡബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ശരിയാ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നാട്ടിലൊക്കെ കുറച്ചും കൂടി ഇപ്പോഴും നല്ലോണം വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രോട്ടീൻ മാത്രം കൂട്ടുമ്പോൾ സ്ലൈറ്റ്ലി ഓൺ ദി പ്രോട്ടീൻ അധികം 3 നേരവും നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല ശരിക്കും, മനസ്സിലായോ? ഉച്ചയ്ക്ക് തന്നെ മീൻ കറി വെച്ചിട്ട് ആ മീൻ കറി തന്നെ രാത്രി അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ മീനിൻ്റെ പോർഷൻ തന്നെ ഉച്ചയ്ക്കും രാത്രിയും വേണം, അല്ലെങ്കിൽ ചിക്കൻ്റെ പോർഷൻ തന്നെ ഉച്ചയ്ക്ക് രാത്രിയും വേണം. അങ്ങനെ ആവുമ്പോൾ ഒരു പക്ഷേ എക്സ്പെൻസീവ് ആവും. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉച്ചയ്ക്ക് 1 കിലോ ചിക്കൻ ഒരു 3 ആളുള്ള ഫാമിലിക്ക് പോലും 1 കിലോ ചിക്കൻ എടുത്ത് അവിടെ തീർക്കുകയും രാത്രി പിന്നെയും ബ്രോസ്റ്റഡ് വാങ്ങിക്കുകയും ആ കൾച്ചറിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പം എത്രയോ അഫോർഡബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ക്ലയൻസ് പറയാറുള്ളത് നെക്സ്റ്റ് ഇപ്പം ഞാൻ എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടിയിലിട്ട് കളയലാണ്. പിന്നെ വൃത്തിക്ക് ചിക്കനായാലും പനീറായാലും ഇതായാലും ആഴ്ചയിൽ ഒരുപാട് തവണ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്.
ഓക്കെ ഓക്കെ. അപ്പം അല്ല ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ അധികം കുക്ക് ചെയ്യാനൊന്നും ടൈമില്ല, അവരെ ഒരു ഡയറ്റ് എങ്ങനെയായിരിക്കും ഡിസൈൻ ചെയ്യുക? മീനിങ് കുക്കിങ്ങിന് വളരെ ലിമിറ്റഡ് ടൈം ആയിരിക്കും, അങ്ങനത്തെ ഒരാളുടെ ഒരു ഐഡിയൽ ഡയറ്റ് എങ്ങനെയായിരിക്കും? ഐഡിയൽ ഡയറ്റ് ഞാനിപ്പോൾ അധികം കൊടുക്കുന്നത് റോൾസ് ആൻഡ് റാപ്സ് ആണ്. ഒരു ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്, പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്, മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്, ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പ്രോട്ടീൻ ആയോ? അത് കഴിഞ്ഞ് ഓക്കെ ചപ്പാത്തി പോലത്തത് വേണമെങ്കിൽ ഇപ്പം ഞാൻ വർക്കിംഗ് വുമനോട് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരുപാട് നോൺ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്ന ചപ്പാത്തികൾ വാങ്ങിക്കാനുണ്ടല്ലോ, ആ ചപ്പാത്തി വാങ്ങിക്കോട്ടെ. അതിൻ്റെ കൂടെ ഈ സാധനങ്ങൾ മാരിനേറ്റ് വെച്ചാൽ ഇപ്പം ഗ്രീൻ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കറി ജസ്റ്റ് ആക്കാനോ, അല്ലെങ്കിൽ മുട്ട അതിൻ്റെ കൂടെ ആക്കി ചപ്പാത്തി ചിക്കൻ റോൾ, അല്ലെങ്കിൽ ചപ്പാത്തി പനീർ റോൾ, അല്ലെങ്കിൽ ചപ്പാത്തി ചെമ്മീൻ റോൾ, ഇതിൻ്റെ കൂടെ കുറച്ച് ക്യൂക്കമ്പർ, ഒരു കക്കിരിയോ ക്യാബേജോ ഷ്രെഡ് ചെയ്ത് വെച്ചാൽ അതും ഇട്ടിട്ട് റോളാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഓവർനൈറ്റ് ഓട്സ് നമുക്ക് ആക്കി വെക്കാം. പിന്നെ വരുന്ന രാത്രിയുള്ളൊരു കറിയാണ്, ആ കറി മാത്രമേ വന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ആ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും. റൈറ്റ് റൈറ്റ് റൈറ്റ്. പിന്നെ അല്ല, മലയാളികൾക്ക് ഉള്ളൊരു കുഴപ്പമാണ് ചായക്കുടി ഒഴിവാക്കാൻ. ഞാൻ ഉൾപ്പെടെ കേട്ടോ, എനിക്ക് ചായ രാവിലെ ഒരു ചായ വേണം, ഈവനിങ് ഒരു ചായ വേണം. ചായ ഒരു പ്രശ്നക്കാരനാണോ? അല്ല, ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 8 ഗ്ലാസ് ചായ 2 ടീസ്പൂൺ വെച്ച് കുടിച്ചിട്ടുള്ള ആളാണ്. 2 ടീസ്പൂൺ പഞ്ചസാര, ആക്ച്വലി പഞ്ചസാര വെച്ച് കുടിച്ചിരുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ഒരു ദിവസം പോലും ഞാൻ ഈ 20 കിലോസ് കുറയ്ക്കുന്ന സമയത്തും അത് കഴിഞ്ഞിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് 12 വർഷവും ഞാൻ എൻ്റെ ചായ നിർത്തിയിട്ടില്ല. ഓക്കെ, നോട്ട് ഈവൻ ഫോർ എ ഡേ. സോ അത് പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ. ഞാനിപ്പോൾ എൻ്റെ ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലാം നോർമലിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ചായ പ്രശ്നക്കാരനല്ല. പക്ഷെ ഷുഗർ, അതായത് ഇപ്പം രാവിലെയും വൈകുന്നേരവും ഒരു ചായ എന്ന് പറയുന്നത് പ്രശ്നമല്ല. ഓക്കെ. അതിപ്പോൾ ഞാൻ എനിക്കൊരു കഥയെ ഓർമ്മ വരുന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് ഫാദർ, അവർ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. 3 നേരം ചായ കുടിക്കും, അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ശർക്കര എപ്പോഴും വായിലിടും. അതായത് ഇത്ര വലിയ കഷ്ണം 3 നേരം ചായ കുടിക്കുന്ന. പക്ഷെ ആ സമയത്ത് അതേ ആളാണ്, ഹി ലിവ്ഡ് എ വെരി ഹെൽത്തി ലൈഫ്. അതേ ആളാണ് വൈകുന്നേരം 100 വാഴയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ചായ, നമ്മൾ ഈ ഭക്ഷണത്തിന് മാത്രമാണ് എപ്പോഴും ഭക്ഷണ രീതി, അത് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയും അത്ര തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഏത് ഭക്ഷണവും കഴിക്കാം. പക്ഷെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീനെ പറ്റിയോ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനെ പറ്റിയോ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയോ സ്ലീപ്പിനെ പറ്റിയോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ പണ്ടത്തെ ആൾക്കാർ അതേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, നമുക്കും അതേപോലെ എന്തുകൊണ്ട് കഴിച്ചുകൂടാ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. ലൈക്ക് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇപ്പം പ്ലേറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാലൻസ് നോക്കിയിട്ടോ ഒന്നല്ല കഴിച്ചിട്ടില്ല. അവരിപ്പോഴും അവരൊക്കെ ഹെൽത്തിയാണ്, എന്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിളാണത്. അത് ഭയങ്കര, അത് അത്യാവശ്യം അത് നല്ല ചോദ്യമാണ്. ആക്ച്വലി വെരി ഫ്രീക്വൻ്റ്ലി എനിക്ക് കിട്ടുന്ന ചോദ്യവും കൂടിയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മളെ ചുറ്റും തന്നെ നോക്കിയാൽ അറിയാം, നമ്മളുടെ ഉമ്മ ഉപ്പ ആ ജനറേഷന് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങി പണിയെടുക്കാനോ അടുത്തുള്ള ഷോപ്പിലേക്ക് നടന്നു പോകാനോ യാതൊരു മടിയും ഇല്ല, ഇല്ലേ? അതിൻ്റെ മുന്നത്തെ ജനറേഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 100 വാഴയ്ക്ക് 3 നേരം ചായ കുടിക്കും, 3 നേരം ഭക്ഷണം നല്ലോണം കഴിക്കും, ചോറ് നന്നായി കഴിക്കും, രാത്രിയും ചോറാണ് കഴിക്കുന്നത്. എന്നിട്ടും അവർ നല്ല ഹെൽത്തി ലൈഫാണ് നിന്നിട്ടുള്ളത്. പക്ഷെ 100 വാഴയ്ക്കാണ് ഡെയിലി വെള്ളമൊഴിച്ചിരുന്നത്, കിലോമീറ്ററാണ് നടന്നിട്ട് പോയിട്ടുള്ളത്, എവിടെ പോകാനാണെങ്കിലും. പിന്നെ അത് ഓക്കെ, 100 വാഴയ്ക്ക് വെള്ളമൊഴിക്കുകയും ഒരു 5 തെങ്ങിന് തടം തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഡെയിലി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ജനറേഷൻ എത്തുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് എൻ്റെ ഉമ്മ പറയുന്ന, അവർ മരം മുറിച്ച് കൊണ്ടുവന്ന് ഇട്ടാണ് തീ കത്തിച്ചിട്ടാണ് വിറക് കത്തിച്ചിട്ടാണ് ചായ വെച്ചിട്ടുള്ളത് എന്ന്. നമ്മളെ ജനറേഷൻ എത്തുമ്പോഴേക്ക് ഇവർക്ക് യാതൊരു മടിയില്ല. ഒരു ദിവസത്തെ, നമ്മളിപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെതായാലും നമ്മൾ നെക്സ്റ്റ് ജനറേഷൻ്റെതായാലും ഒരു ദിവസത്തെ ഒരു ഡേ നോക്കുകയാണെങ്കിൽ അവർ കിലോമീറ്റർ കണക്കിന് നടന്ന് അവിടെ ഉണ്ടായ ചക്കയും മാങ്ങി അതാത് സീസണിലുണ്ടായ ഹോൾ പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ്സ് കഴിച്ച് വളരെ ഫിസിക്കലി ആക്റ്റീവായി രാത്രി അത്യാവശ്യം വലിയ സ്ട്രെസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഉള്ള സ്ട്രെസ് വളരെ നന്നായി മാനേജ് ചെയ്ത് നല്ലോണം ഉറങ്ങുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മളെ ജനറേഷൻ എത്തുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന സോഫയിലുള്ള റിമോട്ട് എടുക്കാൻ മക്കളെ വിളിച്ച് ഈ പുറത്ത് മുറ്റത്തിറങ്ങി നടക്കുക എന്നുള്ളത് ഇല്ല, അബ്സല്യൂട്ട്ലി ഇല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ നിങ്ങളെ വീടുകളിൽ തന്നെ
നമ്മൾ ജനറേഷനെ നോക്കിയാൽ പുറത്തിറങ്ങുന്നില്ല. നടക്കുന്നുണ്ടോ ആൾക്കാർ? ഇല്ല, നടക്കുന്നില്ല. കാറ് കയറുക, ഓഫീസിൽ പോവുക, ഓഫീസിൽ നിന്ന് തിരിച്ച് അതേപോലെ വരിക. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക്, അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന, അതായത് കമ്പയർ ചെയ്യുന്നത് ഭക്ഷണ രീതികളെ മാത്രമാണ്. പക്ഷെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് മൾട്ടി ഫെസറ്റഡ്. ഫിസിക്കൽ ആക്ടിവിറ്റി, ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ ഹോൾ ഫുഡ്സ് ആണ്. നമുക്ക് ഇന്ന് കിട്ടുന്നത് 90% പ്രോസസ്ഡ് ഫുഡ്സ് ആണ്. നമ്മളിപ്പം അവരെത്രത്തോളം പാക്കേജ് ഫുഡ്സ് കഴിച്ചു, നോട്ട് ഈവൺ വൺ ഉണ്ടാവില്ല അവരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ. നമ്മളിപ്പം ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നടന്നിട്ട് വിയർക്കുന്ന ആൾക്കാർ 1% അല്ലെങ്കിൽ 2%, അത്രയല്ലേ ഉള്ളൂ. ആ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ റിഫൈൻഡ് ഷുഗർ വന്ന കാലമാണ്. അതൊരു വണ്ടർ മെഡിസിൻ പോലെ കണ്ടതാണ്. നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കമ്പയർ ചെയ്താൽ ഈ ഭക്ഷണ രീതിനെ മാത്രം കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അത്ര ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, മൂവ്മെൻറ്റ് ഇല്ല, പുറത്തിറങ്ങുന്നില്ല, നടക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലീപ്പ് ഇല്ല ആർക്കും. ഇരുന്ന് ഫോൺ നോക്കിയിട്ട് അതേ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ സെയിം ഹെൽത്ത് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ 3 പ്ലേറ്റിനെ പറ്റി പറയാമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ തിരിച്ചു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്ന് എപ്പോഴും പറയും. ഇപ്പം ഇന്നുകൂടി എന്നോട് രാവിലെ പറഞ്ഞിട്ടുള്ളൂ. രാവിലെ ഞാൻ 2 മുട്ട മാത്രമേ കഴിച്ചത്. ലൈക്ക് ഡയറ്റിലൊന്നുമല്ല, പക്ഷേ ഞാൻ രാവിലെ അധികം ഒന്നെങ്കിൽ ഓട്ട് മീലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും മാറി കഴിക്കലും ശരി. അപ്പോൾ 2 മുട്ട മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഗോതമ്പ് ദോശയും കുറച്ച് ചിക്കൻ റോസ്റ്റും കഴിട്ട് വന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാൻ പറ്റില്ല, അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടേബിൾ വെച്ചിട്ട് പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, ആക്ച്വലി പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ അത് എനിക്ക് അതിനോട് ഭയങ്കര യോജിപ്പില്ല. പക്ഷേ ഹങ്കർ വരണം അത് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻറ്റ് മീൽ ടൈമിങ്സ് ആൻഡ് റെഗുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് 10 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ റുട്ടീൻ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും എനിക്ക് ഡോക്ടേഴ്സിനോട് പറയാൻ പറ്റില്ല രാവിലെ 8 മണിക്ക് എന്തായാലും ഭക്ഷണം കഴിക്കുന്നത്. അവർ നൈറ്റ് കഴിഞ്ഞ് വീട്ടിൽ വരെ എത്തിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് 3 നേരത്തെ ഭക്ഷണം കഴിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ വെരി റെഗുലർ ആയിട്ട്, ഇപ്പം ഇന്ന് 10 മണിക്കാണെങ്കിൽ നാളെ 10 മണിക്ക്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ലഞ്ചെങ്കിൽ നാളെയും 12 മണിക്ക്, അങ്ങനെ. അതായത് നിങ്ങൾ 3 മീൽസ് ആണ് എല്ലാ ദിവസവും കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 3 മീൽസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3 മീൽസിനും കൂടി നമുക്ക് ഈ മാക്രോ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആരായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഏത് സമയം ടൈം ലൈനിൽ ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ഒരു 3 മീല് ഫോളോ ചെയ്യുക. ആ 3 മീലും കറക്റ്റായിട്ട് പറ്റുന്ന ആൾക്കാരൊക്കെ ലൈക്ക് എല്ലാ ദിവസവും ആ ഒരു സിമിലർ ടൈമിൽ തന്നെ കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പൊതുവെ പ്ലേറ്റ് ബാലൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലേറ്റ് ബാലൻസ് ഫോളോ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അതിനൊരു ചിട്ട ഉണ്ടാവണം. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സും നമ്മളെ ഉമ്മാക്കും അവർക്ക് എപ്പോഴും നോക്കിയൊരു ചിട്ടയുണ്ട്, നല്ല ചിട്ടയുണ്ട് അവരുടെ ഭക്ഷണ രീതിക്ക്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജനറേഷനിൽ പൊതുവെ എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫിലിം കാണുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് നിർബന്ധമാണ് നമുക്ക്. ലൈക്ക് ലേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പീനട്ട്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്നാക്ക് നിർബന്ധമാണ്. അതേപോലെ ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അധികം അല്ലെങ്കിൽ ഞാൻ ലൈക്ക് ഈവനിങ് ഒക്കെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ലൈക്ക് കടയിൽ കയറുമ്പോൾ ജസ്റ്റ് ഒരു സ്നാക്ക്, ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയി തിരിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഓഫ് ചിപ്സ് എന്തെങ്കിലും എടുക്കും. ലൈക്ക് ആ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ച് ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്കോ അല്ലെങ്കിൽ ഒരു ബ്രെഡിൻ്റെ ഒരു പേസ്ട്രിയോ എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ ലൈക്ക് ഈ പറഞ്ഞ പ്ലാനുമായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു? അതല്ല, ഇപ്പം ലൈക്ക് 3 പ്ലേറ്റ് മീൽ പറയുമ്പോൾ ഇതിലെ ഇടയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ലൈക്ക് അതിൽ പെടാത്തൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലേസിന്റെ ക്രേവിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇനഫ് മൈക്രോ ന്യൂട്രിയൻസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊടുക്കുന്നില്ല. 3 നേരത്തെ ഭക്ഷണത്തിൽ നിങ്ങൾ ഈ വിവിധ തരം പ്ലാന്റ് ഫുഡ്സും പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലേസും നിങ്ങൾ ഉമ്മാക്ക് അങ്ങനത്തെ സുഖമുണ്ട്, അല്ല സോറി, ഉമ്മാക്ക് അങ്ങനത്തെ ഇതുണ്ടോ? ഉമ്മാക്ക് തോന്നുന്നുണ്ടോ? വല്ലപ്പോഴും ഒരിക്കലല്ലേ, എല്ലാ നേരവും ഉമ്മാക്ക് തോന്നുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ചിട്ടായ ഒരു രീതി ഉണ്ട്. 3 നേരവും അവർക്ക് കുറച്ചും. പക്ഷേ അത് മാത്രമല്ല, എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ന്യായീകരിക്കുകയല്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും ഷോപ്പിംഗ് കാർട്ടിലും കണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബില്ല് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാളിന്നും അതേപോലെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവരെ കാർട്ടിൽ സ്വാഭാവികമായിട്ടൊരു പാക്കറ്റ് ഓഫ് ചിപ്സോ അല്ലെങ്കിൽ ഒരു പേസ്ട്രി എന്തെങ്കിലും അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും
ക്രേവിങ്സ് ആയിരിക്കും ഒരു പോയിന്റ് വെച്ചാൽ എപ്പോഴും ക്രേവിങ്സ് അല്ല. ചില സമയത്ത് ലൈക്ക് നമ്മളവിടെ ചെല്ലുമ്പോൾ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടു അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജിങ് ആ രീതിയിലും നമുക്കത് എടുത്ത് ട്രൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിച്ചോ. പക്ഷെ അത് ഡെയിലി നിങ്ങൾ കോൺഷ്യസ് എഫേർട്ട് ഇടാണ്ട് ഡെയിലി കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ബോഡിയിൽ കാണിച്ചു തുടങ്ങും. ഓക്കെ. ഇന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് വ്യൂവേഴ്സിൻ്റെ പറയുന്നത്. അല്ല, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചോ, ആഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിച്ചോ, അതിനൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ബാക്കി നേരം 3 നേരവും ഇങ്ങനെ ബാലൻസ്ഡ് മീൽസ് വിവിധ തരം ഭക്ഷണം, അതായത് ഒരു ദിവസം വെണ്ടക്ക, മുരിങ്ങക്ക, കൈപ്പക്ക, ഗോഡ് വെറൈറ്റീസ് അങ്ങനെ മാറി മാറി കഴിച്ച് പ്രോട്ടീനും അതേപോലെ തന്നെ മീൻ, ചെമ്മീൻ, വിവിധ തരം മീനുകൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാക്കേജ് ഫുഡ്സിനോടുള്ള ക്രേവിങ് ആഴ്ചയിൽ ഒരിക്കലേ തോന്നുള്ളൂ. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മൂവ്മെൻറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയും നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഗ്രോസറിയിലേക്ക് നടന്നു പോയി തിരിച്ച് നടന്നു വന്ന് നോക്ക്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആ പാക്കറ്റ് ഓഫ് കേക്ക് വാങ്ങിച്ചിട്ട് വരും എന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ. നമ്മൾ ശരിക്കും ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഈ പിന്നെ പ്ലേറ്റ് ബാലൻസിങ് അല്ലെങ്കിൽ നമ്മളെ ഈ മീൽസ് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ട്രെയിനേഴ്സൊക്കെ ഉണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ. കാരണം ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഈ വൈറ്റമിൻ D3, മഗ്നീഷ്യം, സിങ്ക്, കൊളാജൻ ഇങ്ങനെ ഒരുപാട് സപ്ലിമെൻറ്റ്സ്. ഇപ്പോൾ ഈ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു പിന്നെ ജീവിത രീതി വെച്ചിട്ട് നമുക്കൊക്കെ വൈറ്റമിൻ D3 നല്ല ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നമ്മളത് പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പിന്നെ ഈ ഒരു പ്ലേറ്റ് ബാലൻസിങ്ങിൻ്റെ കൂടെ തന്നെ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതിൽ അതായത് സപ്ലിമെന്റ്സ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരം അസുഖം വന്ന് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ സിംറ്റംസ് കാണിച്ചിട്ട് നിങ്ങളെ ബ്ലഡ് മാർക്കേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മഗ്നീഷ്യമോ സിങ്കോ വൈറ്റമിൻ D പക്ഷെ പൊതുവേ മലയാളികളിൽ എല്ലാവർക്കും തന്നെ ഡെഫിഷ്യൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ പുറം രാജ്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്പോസ്ഡ് അല്ല. പിന്നെ ഈ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആണെങ്കിലും എക്സോപ്ഷൻ വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ എത്രയാണ് എക്സ്പോസ്ഡ് ആവുന്നത്? 10 മിനിറ്റോ 15 മിനിറ്റോ അതിൽ കൂടുതൽ. അത് തന്നെ ഞാൻ ഇപ്പോൾ നിർബന്ധം പറയുമ്പോൾ മാത്രമേ രാവിലെയൊക്കെ പുറത്തു പോയി 15 മിനിറ്റ് കോൺഷ്യസ് എഫേർട്ട് എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? അപ്പോൾ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഈ റിയൽ ഫുഡ്സ്, നമ്മളുടെ നാച്ചുറൽ ഹോൾ അൺപ്രോസസ്ഡ് ഫുഡ്സ് കഴിച്ചാൽ തന്നെ ബോഡി അബ്സോർബ് ചെയ്യും. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പലതരം സിംറ്റംസ് വന്നിട്ട് ഇപ്പോൾ എസിഡിറ്റി, ബ്ലോട്ടിങ് ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ആ സമയത്ത് എസിഡിറ്റി, ബ്ലോട്ടിങ് പോലത്തെ ഇഷ്യൂസ് എന്തുകൊണ്ടാണ്? നിങ്ങളെ സാധാരണ ഭക്ഷണം തന്നെ അവിടെ ഡൈജസ്റ്റും അബ്സോർബും പ്രോപ്പർലി ചെയ്യുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ സപ്ലിമെൻറ്റ് അബ്സോർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സപ്ലിമെൻറ്റ് വെറുതെ കഴിച്ചാൽ മാത്രം പോരാ, അതവിടെ അബ്സോർപ്ഷൻ നടക്കണം. അപ്പോൾ നിങ്ങൾ അത്രയും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ സപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ ആവശ്യമേ ഇല്ല. ഓക്കെ. ആരെടുത്താണെങ്കിലും അല്ലേ? കാരണം ഒരുപാട് ആളുകൾ പിന്നെ കൺസൾട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ വൈറ്റമിൻ D3, ഒമേഗ. എന്നിട്ട് അവർക്ക് വലിയ വ്യത്യാസമുണ്ടോ? അല്ല, പക്ഷെ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അല്ല പൊതുവെ ബോഡി ബിൽഡിംഗ് എന്ന് പറയാറ്റില്ല, പ്രോപ്പർ വർക്കൗട്ട്, ബോഡി വെയിറ്റ് ഇൻറ്റു 1.5 grams പ്രോട്ടീൻ അല്ലേ ഒരു കണക്ക് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 3 നേരം ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 9 inch പ്ലേറ്റ് മെത്തേഡിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് എത്തുന്നുണ്ടോ ഡെയിലി? ആ പ്രോട്ടീൻ ഇൻടേക്ക് എത്തണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളെ ഗോൾ അനുസരിച്ചിട്ടാണ് വരുന്നത്. എൻ്റെ അടുത്ത് ഇപ്പം അധികം വരുന്ന 90% ആൾക്കാരും സാധാ ഹൗസ് വൈഫ്സ് ആണ്. അവർ രാവിലെ ഈ 4 ഇഡ്ഡലിയും അത് കഴിഞ്ഞ് പിന്നെ 11 മണിക്ക് തല ചുറ്റി വീഴുന്ന ക്ഷീണം, പണിയെടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെ കുറേ ചോറും മീനിൻ്റെ കറി മാത്രമേ അവർക്ക് കിട്ടുള്ളൂ, മീൻ കിട്ടില്ല, അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ്. അപ്പോൾ അത് കഴിഞ്ഞ് ക്ഷീണം, അത് കഴിഞ്ഞ് വൈകുന്നേരം ലഡു, ചായയും പഴംപൊരിയും. ഈ രീതി മാറ്റി നമ്മൾ 3 നേരം ബാലൻസ്ഡ് മീൽസ് ആക്കുമ്പോഴത്തേക്കും ഇവർ ഫുൾ ഡേ എനർജറ്റിക് ആയിട്ടാണ് വരുന്നത്. അതല്ല, നിങ്ങൾക്ക് പ്രോട്ടീൻ ഇതിലും അധികം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം രാവിലെ നമുക്ക് ഒരു മുട്ടയിൽ ഇപ്പോൾ 6 ഗ്രാം അല്ലേ പ്രോട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് 3-4 ഒരു മുട്ടയും ബാക്കി മുട്ടൻ്റെ വെള്ളയും എടുക്കാം. ഉച്ചയ്ക്ക് ഇപ്പോൾ 100 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ 100 ഗ്രാം ചിക്കൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 മുതൽ 28 വരെ ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഇപ്പം നമുക്ക് പനീർ എടുക്കാം 100 ഗ്രാം, 18 ഗ്രാം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ. അപ്പോൾ വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല. വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് സൈഡ് ആവും. നമ്മൾ വേ പ്രോട്ടീൻ ആണ് കുറെ കൂടി എളുപ്പം. അതായത് ഇപ്പോൾ 6 മുട്ടൻ്റെ വെള്ള രാവിലെ 6 × 6 36 ഗ്രാം പ്രോട്ടീൻ, ഉച്ചയ്ക്ക് 100 ഗ്രാം ചിക്കൻ 28 ഗ്രാം പ്രോട്ടീൻ. എന്നാൽ പോലും
രാത്രി പിന്നെയും ചിക്കൻ വേണ്ടി വരില്ലേ. അപ്പം എക്സ്പെൻസീവ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേ പ്രോട്ടീൻ സത്യം പറഞ്ഞാൽ നല്ല സപ്ലിമെൻ്റ് ആണ്. വേ പ്രോട്ടീൻ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഇങ്ങനെ കുക്ക് ചെയ്ത് നമുക്ക് തരാനും ആൾക്കാർ വേണ്ടേ ഇന്നത്തെ അപ്പോൾ അത് ബുദ്ധിമുട്ടായത് കാരണം വേ പ്രോട്ടീൻ ആക്ച്വലി നല്ല സപ്ലിമെൻ്റ് ആണ് ഫോർ പ്രോട്ടീൻ ഇഫ് യു ആർ ഗോയിങ് ടു ദ ജിം ആൻഡ് നിങ്ങൾക്ക് ആ മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല അപ്പോൾ ജിമ്മിൽ പോകാത്ത ഒരാൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് പ്രോട്ടീൻ ആയിട്ടൊന്നും ഇല്ല, എടുക്കാം. ഇന്ന് പ്രോട്ടീൻ ഇല്ല, അപ്പോൾ അതുപോലെ ഈ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നതിലൊന്നും പ്രോട്ടീൻ ഷേക്ക് കുടിക്കാം, പക്ഷെ അവിടെയും ഞാൻ പറയുന്നത് ബാലൻസ്ഡ് ആയിട്ട് കുടിക്കാൻ. അതിൻ്റെ കൂടെ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഫൈബർ ആയിട്ടോ ഒരു പ്രോട്ടീൻ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, ബാക്കിയുള്ളത് കാർബ്സും ഫാറ്റും ആണ്. കാർബ്സിന് പാലിട്ടടിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഡെഫിനറ്റ്ലി എടുക്കാം. പിന്നെ ഞാൻ മുമ്പ് ഒരു ജിം ട്രെയിനർ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, ലൈക്ക് 2 years മുന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ട്രെയിനർ പറഞ്ഞു ഒരു ഈവനിങ്ങിന് ശേഷം പാല് കുടിക്കരുത് എന്നുള്ളത്. അത് എന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഞാനതിപ്പോൾ ചോദിച്ചത്. അല്ല മുമ്പ് പാല് കുടിക്കരുത്, ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, മനസ്സിലായോ? അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും 7:30 ചായ കുടിക്കാറുണ്ട് എത്രയോ കാലങ്ങളായിട്ട്. ഇതിവിടെ തുറന്നു പറയണമെന്ന് എനിക്കറിയില്ല ആസ് എ ന്യൂട്രീഷനിസ്റ്റ്. പക്ഷേ ചായൻ്റെ കൂടെ സ്നാക്സ് ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഞാൻ ഷുഗർ ഒഴിവാക്കി, കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കി. ഇനി സ്നാക്സ് തിന്നണമെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പഴം പൊരിച്ച് ഇടുമ്പം എന്തെല്ലാം ചോദ്യങ്ങൾ. ഞാൻ പഴം പൊരിച്ചത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ തുടങ്ങിയതും ആൾക്കാർ ഈ കൂടുതൽ ഇൻഫർമേഷൻ ലോഡായിട്ട് ആൾക്കാർ ഇപ്പം ഫുഡിന് അത്രയും പേടിയോടെയാണ് കാണുന്നത്. പേടി, അതിൻ്റെ കൂടെ ഗിൽറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഴം പൊരിച്ചത് നല്ലോണം കടിച്ച് മുറിച്ച് തിന്നുന്നതും അതിൻ്റെ കൂടെ ചായ കുടിക്കുന്നതും കാണിച്ചപ്പം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് നസ്രീൻ, പഴം തിന്നാൻ പാടുണ്ടോ, ഡയറ്റിൽ പഴം പൊരിച്ച് തിന്നാൻ പാടുണ്ടോ, ഏത് ഓയിലാണ് പൊരിച്ചത്, അത് ഹെൽത്തി ആണോ, ഒലിവ് ഓയിലിൽ പൊരിക്കണോ, പിന്നെ എയർ ഫ്രയർ ചെയ്തതാണോ, അല്ല പഴം രാത്രി കഴിക്കാൻ പാടുണ്ടോ, കാബ്സ് രാത്രി കഴിക്കാൻ പാടുണ്ടോ, എന്തെല്ലാം ചോദ്യങ്ങളാണ്, മനസ്സിലായോ? അല്ല, ഐ മീൻ ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും അവയർനെസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നതും. സങ്കടം കൂടുതൽ ചിന്തിക്കേണ്ടതില്ല, ബേസിക് ആയിട്ട് ഈ പറഞ്ഞ റൂൾ ഫോളോ ചെയ്താൽ തന്നെ വെരി സിമ്പിൾ ആണ് ന്യൂട്രീഷൻ. അതെ, എക്സാക്ട്ലി. പിന്നെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 നേരം ബാലൻസ്ഡ് മീൽസ് കഴിക്കുക, വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം കുക്ക് ചെയ്ത് പ്രോട്ടീൻ ഫൈബേഴ്സ് കാർബ്സ് 3 നേരവും കഴിക്കുക. ഇനിയിപ്പോൾ ചോറ് രാവിലെ ഉച്ചക്കും രാത്രിയും കഴിക്കാം, ക്വാണ്ടിറ്റിയിലേ പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഗോൾസ് ആണ്. ഇപ്പം ഞാനൊരു ജിം ട്രെയിനർ ആണെങ്കിൽ എൻ്റെ ഗോൾ എന്താണോ അതനുസരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്ന ഡയറ്റ്. അപ്പോൾ ചിലപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾ ചിലപ്പോൾ അതേ ഗോളുള്ള ആളായിക്കോളുന്നില്ല. അപ്പോൾ അവർ ആ ഇൻഫർമേഷൻ എടുക്കണം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളും പ്രോപ്പറായിട്ട് നമ്മളതേ ഗോളുള്ള ആളാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ കാർഡിയോ എക്സസൈസ് ചെയ്യല്ലോ, വാക്കിംഗ് എക്സസൈസ് ചെയ്യല്ലോ, അത് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിർത്തും ആൾക്കാർ. പക്ഷേ ഈ നിർത്തുന്ന ആൾക്കാർ സോഫൻ്റെ മുകളിൽ നിന്നും എണീക്കാത്ത ആൾക്കാരാണ്. അവർക്ക് വാക്കിംഗ് എക്സസൈസ് ആണ്. കാരണം വെച്ചാൽ ഡെയിലി സ്റ്റെപ്പ് കൗണ്ട് അയക്കാൻ പറഞ്ഞാൽ 1000-2000 ആണ്. അപ്പോൾ അവർക്ക് അവരുടെ മസിൽനെസ്റ്റിൻ കാർഡിയോ അധികം ചെയ്താൽ മസിൽ ലോസ് വരും. എവിടെ ഫാറ്റാണ് ഏറ്റവും അധികം കൂടി നിൽക്കുന്നത് അവിടെ. അപ്പോൾ ആദ്യം ഫാറ്റ് ലോസ് വരട്ടെ, എന്നിട്ട് നടന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ പറഞ്ഞ 20+, 30+ ഓവർ വെയിറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വെയിറ്റിനും ഓവർ വെയിറ്റിലായിട്ടുള്ള ആൾ കാർഡിയോ നല്ലതല്ല എന്ന് വിചാരിച്ച് പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. എന്നിട്ട് 4ാമത്തെ ദിവസം മുട്ടുപൊട്ടും, എന്നിട്ട് പിന്നെ ഫോർ എവർ ഇഞ്ചുറി ആയില്ലേ. അപ്പോൾ നമ്മളെ ഗോൾ എന്താ, നമ്മൾ എവിടെയാ നിൽക്കുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ബെല്ലി ഫാറ്റ് ലൂസ് ചെയ്യണം എന്നാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്സ് എന്തായിരിക്കണം? സ്റ്റെപ്സ് ലൈക്ക് മെയിൻ സ്റ്റെപ്സ് എന്തായിരിക്കണം? മെയിൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഈ ബെല്ലി ഫാറ്റ് മാത്രം ലൂസ് ചെയ്യണമെന്നല്ല, ഫാറ്റ് ജനറലി ലൂസ് ചെയ്യണം, ബെല്ലി ഫാറ്റ് മാത്രമല്ല. ഓക്കെ, ഈ ബെല്ലി ഫാറ്റിനോടുള്ള ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഏകദേശം 80% ക്ലയൻസും വന്നിട്ട് പറയുന്നത് നെക്സ്റ്റ്, അതായത് അവർക്കിപ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവും, പിന്നെ ഡയബറ്റിസ് ഏകദേശം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. മെഞ്ഞാന്ന് വന്നതാണ് എൻ്റെ അടുത്ത്. ആക്ച്വലി ഡയബറ്റിസ് ഓൾമോസ്റ്റ് പ്രീ ഡയബറ്റിക് ഫോർ പാസ്റ്റ് 4-5 years. ഇപ്പം ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കൂടെ സിവിയർ മൈഗ്രെയിൻ, പുറത്തിറങ്ങിയാൽ നടക്കാൻ പറ്റുന്നില്ല, ഓൾ ദീസ് തിങ്സ്. എന്നിട്ട് ഇവർ പറയുന്നത് എനിക്ക് നെക്സ്റ്റിൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെ വയറ് കുറഞ്ഞാൽ മാത്രം മതി. ആക്ച്വലി ഷീ ഈസ് 15+ kilos ഓവർ വെയ്റ്റ്. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമില്ല.
പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും ബെല്ലി ഫാറ്റ് എന്നതിനേക്കാളും സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അല്ല, വിസർ നമ്മൾ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റ് കുറയ്ക്കണം, സോ ദാറ്റ് ഡിസീസസ് കുറച്ച് കഴിഞ്ഞാൽ വരില്ല എന്നുള്ളത്. പിന്നെ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഫാറ്റ് നിങ്ങൾക്ക് ശരിക്കും ആസ് മസിൽ ബിൽഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആബ്സ് ഇപ്പോൾ കാണിക്കണം എന്നാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് ഫാറ്റ് ലോസ് വരുത്തുക എന്നുള്ളതാണ്. ഫാറ്റ് ലോസ് വരണമെങ്കിൽ അറ്റ് ദ സെയിം ടൈം മസിൽ മാക്സിമം പ്രിസർവ് ചെയ്ത് വെക്കണം, മസിൽ ലോസും കൂടി വരാൻ പാടില്ല. ഓക്കെ, സോ അറ്റ് ദ സെയിം മസിൽ ലൂസ് ചെയ്യാതെ ഫാറ്റ് ലൂസ് ചെയ്യണം. ആക്ച്വലി പറഞ്ഞാൽ മസിൽ പ്രിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ കാലറി ഡെഫിസിറ്റിൽ വരണം. അതുകൊണ്ടാണ് ഈ സിവിയർ കാലറി ഡെഫിസിറ്റിലേക്ക് പോവാതെ, അതായത് ഭയങ്കര കാലറി ഡെഫിസിറ്റിലേക്ക് ഈ 1000 കാലറി ഡയറ്റ് 800 കാലറി ഡയറ്റ് ഇതിലേക്കൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മസിലും കൂടി അതിൻ്റെ കൂടെ ലൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനർജി ഇല്ലാത്തതുകൊണ്ട് മസിലിനെയും കൂടെ ബോഡി എടുക്കും എന്നുള്ളത് അല്ലേ, കലോറി ആക്കാൻ വേണ്ടിയിട്ട്. അതെ കാലറി എല്ലാം കൂടി എടുക്കും ആ സമയത്ത്. നമ്മളിപ്പോൾ ഇനഫ്, അതായത് അത്രയും കാലറിയിൽ നമുക്ക് എത്ര പ്രോട്ടീനോ മസിലിനെ പ്രിസർവ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നത് 800,000 കാലറീസിൽ അത്ര കുറവല്ലേ ഭക്ഷണം വരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ നിങ്ങൾ മസിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ ആബ്സ് ഡെവലപ്പ് അല്ലേ, മസിൽസ് ഡെവലപ്പ് ചെയ്യും. മസിൽസ് ട്രെയിൻ ചെയ്ത് നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് മസിൽ ഫാറ്റ് ലൂസ് ചെയ്തിട്ട് പിന്നെ മസിൽ ബിൽഡ് ചെയ്യണം. സോ ദാറ്റ് അത്രയും പ്രോട്ടീൻ ഈ പറഞ്ഞ പോലെ 1 gram per kilogram ഓഫ് ബോഡി വെയിറ്റ് കൊടുത്ത് അത് കഴിഞ്ഞ് 1.2 gram per kilogram ഓഫ് ബോഡി വെയിറ്റ്, പിന്നെ ഈവൻ 2 gram per kilogram ഓഫ് ബോഡി വെയിറ്റ് വരെ എത്താം ടു ബിൽഡ് മസിൽ. അപ്പോൾ കാലറി സർപ്ലസിൽ ഭക്ഷണം കഴിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ജനറേഷനിൽ പൊതുവെ ആൾക്കാർക്ക് വളരെ കുറവ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണുള്ളത്. അതെ, അപ്പോൾ മിനിമം ഒരാൾക്ക് ഒരു ദിവസം ഒരു എത്ര മൂവ്മെൻറ്റ് വരെ നമ്മളൊരു ഐഡിയൽ കേസിൽ വേണ്ടി വരും? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി, അങ്ങനെ ഒരു ഒരു എത്ര വേണ്ടി വരും ഒരു? ഞാൻ ആക്ച്വലി പറയുന്നത് ഇപ്പം അധിക പേരും വന്ന് നോക്കിയാൽ, ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങൾ വാച്ച് ഇട്ടിട്ടൊന്ന് എനിക്ക് സ്റ്റെപ്സ് അയക്കുമെന്ന് പറഞ്ഞാൽ അധിക പേരും 2K to 3K മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തീരെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 8K to 10K സ്റ്റെപ്സ് ആണ് പൊതുവെ ത്രൂ ഔട്ട് ദ ഡേ, അല്ലാണ്ട് ഒറ്റയടിക്ക് 10K സ്റ്റെപ്സ് എടുക്കണം എന്നല്ല. പക്ഷേ നോർമലി നമുക്ക് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഹണ്ടർ ഗ്യാദറേഴ്സ്, അതായത് നമ്മൾ ഇങ്ങനെ കാടുകളിൽ ഓടി അവിടുന്ന് ഭക്ഷണം മീറ്റ് എന്താണെന്ന് വെച്ചാൽ കിട്ടി അത് അങ്ങനെ നമ്മൾ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ 10K സ്റ്റെപ്സ് ഒരു മിനിമം റിക്വയർമെൻറ്റ് ആണ്. അതായത് ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ എല്ലാ പണിയിലും ത്രൂ ഔട്ട് ദ ഡേ. പിന്നെ ഡെയിലി സ്വെറ്റ് ചെയ്യണം എന്നുള്ളതും, അതായത് ഒന്ന് പിന്നെ ഫ്രഷ് സൺലൈറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു പുട്ട് യുവർ ഹോർമോൺസ് ഇൻ പ്ലേസ്. സോ അത്യാവശ്യം ഫ്രഷ് എയറിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ പറ്റുന്നെങ്കിൽ, എന്നിട്ട് ത്രൂ ഔട്ട് ദ ഡേ ബാക്കി വീട്ടുപണികളിലും ആയാലും ഇനി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണെങ്കിലും 10K സ്റ്റെപ്സ് എത്തിച്ചാൽ മതി എന്നുള്ളതാണ് ബേസിക് ഹെൽത്തിന്. പിന്നെ ഷുഗർ മൊത്തത്തിൽ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരു കൺട്രോൾ എത്രത്തോളം വരുത്തണം നമ്മൾ? അതെ, അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ 8 ഗ്ലാസ് ചായ 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് കുടിച്ച ആളായിരുന്നു. അല്ലാതെ ഷുഗർ ക്രേവിങ്സ് എനിക്ക് ഭയങ്കര, ഓരോ ക്ലാസ്സിലും 2 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്തിരുന്നു അല്ലേ? അതെ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ ടൈമിൽ. പിന്നെ അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷുഗർ അത് കഴിഞ്ഞ് പിന്നെ 1 ടീസ്പൂൺ ആക്കി, അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഷുഗർ ഞാൻ കുറച്ച് മുന്നേ വരെ, ഒരു 5 കൊല്ലം മുന്നേ വരെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഷുഗർ ഇൻ മോഡറേഷനിൽ കഴിക്കാം എന്നുള്ളത്. കഴിക്കാം, എപ്പോഴും കഴിക്കാം, ഞാൻ ഇല്ലയെന്ന് പറയുക. പക്ഷേ ഷുഗർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എടുത്തും തീരെ ഇല്ല, മനസ്സിലായോ? എസ്പെഷ്യലി ഫ്രൈഡ് ഫുഡ്സിനോടും. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് നമ്മൾ ഈ മൈക്രോന്യൂട്രിയൻസിൽ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഫ്രൈഡ് ഫുഡ്സിനോടായിരിക്കും ഭയങ്കര ക്രേവിങ് വരുന്നത്, ചില ആൾക്കാർക്ക് കാർബ്സിനോടായിരിക്കും, ചില ആൾക്കാർക്ക് ഷുഗർ ഹെവി ലോഡഡ് ഷുഗർ ഇപ്പോൾ ഡെസേർട്സ് പോലത്തെ അതിലോടായിരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോപ്പർ മൈക്രോന്യൂട്രിയൻസ് കൊടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഷുഗറിനോടുള്ള ക്രേവിങ് കംപ്ലീറ്റ്ലി നിൽക്കും. അല്ലാണ്ട് ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഷുഗർ ഒഴിവാക്കിയതല്ല. ഞാൻ ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഈ ബാലൻസ്ഡ് മീൽസ് കഴിച്ചിട്ട് എനിക്ക് ഷുഗറിനോടുള്ള ക്രേവിങ്ങേ പോയതാണ്. അങ്ങനെയാണ് ഫൈനലി ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിലാണ് ഒരു 100 days ഓഫ് നോ ഷുഗർ എന്ന് വിചാരിച്ച് ചെയ്തത്.
അത് പക്ഷെ എനിക്ക് ഈസിലി ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും എനിക്ക് ഒരു ഭയങ്കര അതിശയമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വൺസ് ഇൻ എ വൈൽ കഴിക്കും. ഇപ്പോൾ പുഡിങ്, പെരുന്നാളിന് പുഡിങ് ആക്കിയാൽ ഞാൻ പുഡിങ് കഴിക്കും. മോഡറേഷനിൽ പോയാൽ പ്രശ്നമില്ല ആക്ച്വലി. അല്ല, നമ്മളിപ്പോൾ ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പോൾ ശർക്കര, ആ ഫ്രൂട്ട് ഷുഗേഴ്സ് ഇതൊക്കെ ആ. പകരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഇല്ല, ഒരു വ്യത്യാസമില്ല. അതായത് ശർക്കര ഷുഗർ is sugar. അല്ല, ശർക്കര വ്യത്യാസമില്ല, മനസ്സിലായോ? ആ, ശർക്കര, ബ്രൗൺ ഷുഗർ ഇതൊന്നും ഒരു വ്യത്യാസവും ഇല്ല. വൈറ്റ് ഷുഗർ കുറച്ചും കൂടി പ്രോസസ്ഡ് ആണ്, ബ്രൗൺ ഷുഗറും അത്ര തന്നെ പ്രോസസ്ഡ് ആണ്. അതിലൊക്കെ സെയിം കാലറീസും സെയിം, നിങ്ങൾ ഷുഗർ ഇടുന്നതിൻ്റെ സെയിം ഇഫക്റ്റ് ആണ് ബോഡിയിലുള്ളത്. പക്ഷെ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, 0 കാലറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റീവിയും മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നറും ആണ്. ഉം. അത് രണ്ടും നിങ്ങൾക്ക് 0 കാലറി വേണമെങ്കിൽ ചെയ്യാം, പിന്നെ എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിന് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഏതൊരു കാര്യവും റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും അതിനോട് ഡിപ്പെൻഡൻസി കൂടി വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ ഒറ്റയടിക്ക് നിർത്തുന്നതാണ് നല്ലത്. ഒറ്റയടിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഫൈബർ ആഡ് ചെയ്യണം. ഓക്കെ. അതായത് മാറി ഇപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പീസിൽ കാണിക്കുന്നത്. ഇപ്പം കുറച്ചൊരു മലയാളി ഫുഡിന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ പുട്ട്, കടല എന്നുള്ളത് പുട്ടിൻ്റെ കൂടെ ഗ്രേറ്റഡ് മറ്റേ ക്യാരറ്റ്സോ അല്ലെങ്കിൽ ദോശമാവിൽ കുറച്ച് മുരിങ്ങയിലോ, അപ്പം ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മുരിങ്ങയില, മറ്റേ നമ്മളെ ചീര, വെണ്ടക്ക എല്ലാം കൂടി ഒരു 20 വെജീസ് ത്രൂ ഔട്ട് ദ വീക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷുഗറിനോടുള്ള ക്രേവിങ്സ് മാക്സിമം കുറയും. ആൻഡ് ഇൻക്ലൂഡിങ് പ്രോട്ടീൻ ഓൾസോ. ഓക്കെ. പക്ഷെ ഹെൽത്തിനോടുള്ള ഒരു എഫക്റ്റ് നമുക്ക് 0 കാലറി സ്വീറ്റ്നസ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് കുറയുമല്ലോ അല്ലേ അത്രത്തോളം? കുറയും ഡെഫിനറ്റ്ലി. ഈ സ്റ്റീവിയ ആൻഡ് മോങ്ക് ഫ്രൂട്ട് സ്വീറ്റ്നസ്, പക്ഷേ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ പാക്കേജ് ഫുഡ്സ് ആയിട്ട് ഇപ്പോൾ വരുമ്പോൾ ഈ എറിത്രിറ്റോൾ പോലത്തത് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നതും ഉണ്ട്. പലതും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. പ്യോർലി സ്റ്റീവിയ കിട്ടാൻ ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് അങ്ങനെ വരുത്തുന്നുണ്ട്. പക്ഷെ നോക്കിയിട്ട് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ചിലപ്പം അവർ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സൂക്രലോസ് ഒക്കെ പോലത്തെ ലോ കാലറി സ്വീറ്റ്നസ് ഇടും അതിൽ ഡെഫിനറ്റ്ലി. ഈ സൈക്ലമേറ്റും സാക്കറിനും ഒക്കെ അതായത് സിന്തറ്റിക് ആയിട്ടുള്ള സാധനമല്ലേ ഈ പറയുന്നത്? അല്ല, അതായത് 0 കാലറി സ്വീറ്റ്നറിൽ പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു സാധനം മേടിച്ചിരുന്നു, അതിൻ്റെ കണ്ടൻസ് സൈക്ലമേറ്റും സാക്കറിനും ആണ്. അതാ ഞാൻ പറഞ്ഞ അതൊന്നും ഞാൻ റിയൽ വെരി ക്ലോസ് നാച്ചുറൽ ഫുഡ്സ്. എനിത്തിങ് കംസ് അണ്ടർ ദ പാക്കറ്റ് യു ഹാവ് ടു ബി കോഷ്യസ് ഓഫ്. എനിത്തിങ് ദാറ്റ് കംസ് ഇൻസൈഡ് ദ പാക്കേജ്. തേന് ഉപയോഗിക്കാലോ അടിപൊളിയായിട്ട്. ഇത് ഹണി ഇല്ല, ഹണിയും സെയിം തന്നെ. ആണോ? ഹണിയിലൊരു ചെറിയ 2 മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളേ ഉള്ളൂ. ഹണി, ശർക്കര, ഷുഗർ എല്ലാം സെയിം ആണ്. പക്ഷെ എന്താ പറയുക, ചായയിൽ ഷുഗറിന് പകരം ഹണി വയ്ക്കുമ്പോൾ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ലൈക്ക് മെന്റൽ ആണ്. അപ്പൊ അതാ പറഞ്ഞത്, എല്ലാം മെന്റൽ സാറ്റിസ്ഫാക്ഷനിലാണ് ഇരിക്കുന്നത്, മൈൻഡിലാണ് ഇരിക്കുന്നത്. അതെ. ഞാൻ നിങ്ങളടുത്ത് മറ്റൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, നിങ്ങളൊരു പാരന്റ് കൂടെ ആണല്ലോ. അപ്പം നമ്മൾക്ക് പിന്നെ യങ് പാരൻസിനൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ മക്കൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പിന്നെ പൗഡർ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ പാലില് അതുപോലെ അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം നമ്മളൊക്കെ ചെറിയ മക്കളാകുമ്പോൾ കിട്ടിയുള്ള ഈ റാഗിപ്പൊടി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ കുഞ്ഞു മക്കളാവുന്ന സമയത്ത് തരും. പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം തന്നെയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പിന്നെ സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നമ്മളെ മക്കൾക്ക്? പിന്നെ മക്കളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, മെൻ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പിന്നെ കുഞ്ഞു പ്രായത്തിലാണല്ലോ ഒരുപാട് പിന്നെ വളർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ഇൻഫർമേഷനും ഉള്ളതുകൊണ്ട് പല ആളുകളും കൺഫ്യൂസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ബാലൻസ്ഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്രായം മുതൽ വയസ്സാവുന്ന ആൾക്കാർക്ക് വരെ കൊണ്ടുപോവാം, മനസ്സിലായോ? സോ പക്ഷെ നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാത് ഡോക്ടേഴ്സിനെ തന്നെ കാണിച്ച് അതാത് വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിന് മാത്രം. പക്ഷെ അവർക്കും കൊടുത്തു തുടങ്ങുമ്പോൾ എക്സാക്ട്ലി എല്ലാ ബേസിക്സ് ഓഫ് ഈ ഹെൽത്ത് ഞാൻ പറഞ്ഞതും ബാലൻസ്ഡ് പ്ലേറ്റ് മെത്തേഡ്, അതായത് ഇനഫ് പ്രോട്ടീൻ, ഇനഫ് കാർബ്സ്, ബാലൻസ്ഡ് ആയിട്ട് തന്നെ ചെറുപ്പത്തിലേ കൊടുത്തു തുടങ്ങാം. മോർ സ്റ്റിക്ക് ടു റിയൽ ഹോൾ അൺപ്രോസസ്ഡ് ഫുഡ്സ്
എല്ലാം. ഓക്കെ, ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ ശ്രദ്ധ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഓരോ മക്കളെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ചിട്ട്, പിന്നെ എല്ലാ റോ ഫുഡ്സും, അതായത് നമ്മൾ ഈ പണ്ടത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഈ പാക്കേജ്ഡ് ഫുഡ്സ് കൊടുക്കുന്നതിന് പകരം എല്ലാം നമ്മളെ പഴങ്ങളും മാങ്ങ ചക്ക അതൊക്കെ തന്നെ, പിന്നെ ചോറ് മീന് ഇറച്ചി ചീര വറവ് എല്ലാം, എല്ലാ പച്ചക്കറികളും എല്ലാ ഗ്രെയിൻസും കടല പോലത്തെ പുഴുങ്ങിയ അങ്ങനെ എല്ലാം, എല്ലാ ഹോൾ പ്രോസസ്ഡ് ഫുഡ്സ് വീട്ടിലുണ്ടാക്കി നമ്മളെ ക്വാണ്ടിറ്റിയിൽ. നമ്മൾ പുറത്തത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലായാലും ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ഓയിൽ ദാറ്റ് ദേ യൂസ് നമുക്കറിയില്ല. മനസ്സിലായോ? നമ്മൾ ഏതൊരു സാധനവും വീട്ടിലുണ്ടാക്കിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും അത് ചീത്താവുന്നില്ലേ? ഏത് സാധനമായാലും കറി ഇപ്പോൾ പുറത്ത് വെച്ചാൽ ചീത്താവുന്നില്ലേ? അപ്പം നിങ്ങളെടുത്ത് പാക്കറ്റിൽ അത് ചീത്തയാവാണ്ട് മാസങ്ങൾ നിൽക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് പ്രിസർവേറ്റീവ്സ് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജ് ഇത് പിന്നെ ഈ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാൻ വിചാരിച്ചെന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ മീൽ പ്രപ്പ് ചെയ്യണ്ടല്ലോ, ഒരു 4 ദിവസത്തേക്കുള്ള മീൽ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ പിന്നെ ക്ലോസ്ഡ് പാക്ഡ് ആയിട്ടുള്ള പിന്നെ ബോക്സസിലാക്കിയിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കുക. അപ്പം നമ്മൾ ഓഫീസ് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ അതിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്ത് കഴിക്കുക. ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടോ നമ്മുടെ ഫുഡിന്? ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസിൻ്റെ ഗുണം കിട്ടില്ല എന്നോ അങ്ങനെയൊക്കെ പല മിത്സും ഇതുണ്ട്. ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് ആലോചിക്കും. അതായത് ഭക്ഷണം എന്നോട് പലപ്പോഴും ചോദിക്കുന്നത്, ഞാൻ ഈ പച്ച ചപ്പാത്തി ചുടുമ്പോൾ ഓക്കെ ഇത് ന്യൂട്രീഷൻ അരച്ചാൽ ന്യൂട്രീഷൻ പോകുമോ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ ന്യൂട്രീഷൻ പോകുമോ? പക്ഷേ ഇതേ നിങ്ങൾ ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഇൻ ദ റെഫ്രിജറേറ്റർ ആൻഡ് മീൽ പ്രെപ്പിംഗ് റാദർ ദാൻ നോട്ട് ഈറ്റിംഗ് ഇറ്റ്. നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ ന്യൂട്രീഷൻ പോകും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കാതെ നിന്നിട്ട് പുറത്തുപോയി ഭക്ഷണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് അതാണ് ആ ന്യൂട്രീഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് 3 നേരവും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുക ചെയ്യുന്നത്. അപ്പം തിന്നാണ്ട് നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് അത് അങ്ങനെ പ്രെപ്പ് ചെയ്ത് ഉള്ളത്. ഡെഫിനറ്റ്ലി പ്രെപ്പ് ചെയ്യാം. ഭയങ്കര ന്യൂട്രീഷണൽ ലോസ് ഒന്നും അതിൽ ഉണ്ടാവാനേ ഇല്ല. പക്ഷെ മാസങ്ങളോളൊന്നല്ലേ പ്രെപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറേ എടുക്കുന്നുള്ളൂ. ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക, 4 പ്രോട്ടീൻസ് മാരിനേറ്റ് ചെയ്ത് വെക്കുക, 4 ചപ്പാത്തി, ഏതെങ്കിലും കാർബ് സോസ്, ഒരു റൈസ്, ഒരു കടല, ഒരു ചപ്പാത്തി, വേറെ ഏതെങ്കിലും പാസ്തയോ അങ്ങനെ. അതിന് എത്ര നേരം വേണം? 1.5 മണിക്കൂർ. സാറ്റർഡേ രാവിലെ 1.5 മണിക്കൂർ, സൺഡേ രാവിലെ 1.5 മണിക്കൂർ ആയാൽ 7 ദിവസത്തേക്കുള്ളത് പ്രെപ്പ് ചെയ്ത് വെക്കാം. അല്ല അതാണ് ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനത്തെ അവയർനെസ് ആണ് നമ്മൾ ഈ പേജുകളിലൂടെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ് അത് കണ്ടിട്ട് അങ്ങനത്തെ ഒരുപാട് മീൽ പ്രെപ്സ് വീഡിയോസ് ഒക്കെ തന്നെ ഉണ്ട്. അല്ല ഈ പറഞ്ഞ പോലെ വെള്ളം ആൾക്കാർ തലേന്ന് രാത്രി ഡയറ്റിൻ്റെ തലേന്ന് രാത്രി വരെ പെപ്സി, മന്തി, പൊറോട്ട ബീഫ്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ, പിറ്റേന്ന് രാവിലെ ഞാൻ പറയാം 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അത് ബോഡിക്ക് മോശമല്ലേ, കിഡ്നിക്ക് മോശമാണ്, എൻ്റെ ലിവറിന് മോശമാണ്. പക്ഷെ ഇതൊന്നും ലിവറിന് മോശമായിരുന്നില്ല. ഓക്കെ, അല്ല ഇപ്പോൾ വാട്ടറിൻ്റെ കാര്യം, അപ്പോൾ വാട്ടർ ഇൻടേക്ക് ഏകദേശം എത്ര ലിറ്റർ വരെ വേണമെന്ന്? അത് ഒരു ജനറൽ റൂളായിട്ട് പറയുകയാണെങ്കിൽ 35 ml per kilogram ഓഫ് ബോഡി വെയിറ്റ് ആണ്. പക്ഷേ അത് ഡിപ്പെൻസ്. നിങ്ങളിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിലും അധികം കുടിക്കണം. 35 ml പറഞ്ഞാൽ എൻ്റെ ബോഡി വെയിറ്റിനനുസരിച്ച് ഒരു 3 ലിറ്ററോളായി. 3 ലിറ്ററോളായി. നിങ്ങൾ ഇനി 1 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ ഈസിലി 4 liters. സ്പേസ് ഔട്ട് ചെയ്ത് ഡ്രിങ്ക് ചെയ്യുക, ഇൻ ആൻഡ് അറൗണ്ട് മൂവ്മെന്റ് ഡ്രിങ്ക് ചെയ്യുക, സോ ദാറ്റ് യുവർ ബോഡി യൂസസ് വാട്ടർ. ഓക്കെ. അല്ല ഞാൻ പൊതുവെ ലൈക്ക് എവിടെയോ വായിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ യൂറിൻ കളർ നമ്മളെ ക്യൂ ചെയ്യുന്നു, അതായത് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ ലൈക്ക് എത്രത്തോളം മഞ്ഞാകുന്നോ അതിനനുസരിച്ച് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ളൊരു തിയറി കേട്ടിട്ടുണ്ട്. അങ്ങനെ മതി. നിങ്ങൾക്ക് തീരെ ആക്ടിവിറ്റി, അതാ ഞാൻ പറഞ്ഞത്, ഡിപ്പെൻസ്. നിങ്ങളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് 9 to 5 വീട്ടിൽ ഒരു AC റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇപ്പോൾ 3 ലിറ്റർ കുടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം 1 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, വിയർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അതാ ഞാൻ പറഞ്ഞ ആസ് എ ജനറൽ റൂളാണ് 35 ml per kilogram ഓഫ് ബോഡി വെയിറ്റ് ആവശ്യമുണ്ട്. ബിക്കോസ് ഓൾ ദീസ് ഓർഗൻസ്, ലിവർ, കിഡ്നി, ഓൾ ദോസ്, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ, ലിംഫാറ്റിക് സിസ്റ്റം, ഇതൊക്കെ ഒരു 70% വാട്ടർ ആണല്ലോ. അതുകൊണ്ട് ആവശ്യമുണ്ട് വെള്ളം ബോഡിക്ക്. ഓക്കെ. നേരത്തെ ഒരു പച്ച ചപ്പാത്തിനെ പറ്റി പറഞ്ഞില്ലേ, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്ന് ഫോളോ അപ്പ് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്?
അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള ബെനിഫിറ്റാണ് ഇത്. സയൻറ്റിഫിക്കലി എനിക്ക് ഇതിൻ്റെ സയൻസ് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ അറിയില്ല ഇൻ ദ സെൻസ് റിസർച്ച് ബേസ്ഡ് എനിക്കറിയില്ല. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഫൈബർ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളായാലും ഇപ്പം നമ്മളൊക്കെ പൊതുവേ ഈ മലബാർ രീതി ഇപ്പോൾ അരിപ്പത്തിരി ബീഫ് അല്ലെങ്കിൽ പൊറോട്ട ബീഫ് അല്ലെങ്കിൽ അരിപ്പത്തിരി ചിക്കൻ കറി മുട്ടക്കറി അങ്ങനെ കഴിച്ച് ശീലിച്ചെടുന്നും ഈ ഫൈബർ ആഡ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. മനസ്സിലായോ? അതായത് പച്ചക്കറി തിന്നാത്ത എത്രയോ ആൾക്കാർ, പച്ചക്കറിയെ തൊടാത്തതും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ ചിക്കൻ മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ, കാബ്സ് മീറ്റ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്ന എത്രയോ. പക്ഷെ അവർ 100-120 കിലോ എത്തിയാലും ഈ വെജിറ്റബിൾസ് കഴിച്ചാൽ ഗുണമുണ്ടാവും എന്ന് പറയും. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടായിട്ട് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഇപ്പോൾ വെള്ളയപ്പത്തിൽ ഞാൻ ബീട്രൂട്ടിൻ്റെ പ്യൂരി, അപ്പോൾ വെള്ളയപ്പം മുട്ടക്കറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മക്കളായാലും വെജിറ്റബിൾസ് കഴിച്ച് തുടങ്ങാത്ത മക്കൾ ഇനീഷ്യലി ഈ പ്യൂരീസ് നമ്മളുടെ ഞാൻ പ്യൂരീസ് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പോൾ ചപ്പാത്തിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ. ഈ ഗ്ലൂട്ടനോടുള്ള എക്സ്പോഷറും നമ്മൾ വീറ്റിനോടുള്ള ആ വീറ്റിൻ്റെ ക്വാണ്ടിറ്റി അവിടെ കുറയാണ്, കാർബ് ക്വാണ്ടിറ്റി പിന്നെയും കുറയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റഡ് പിന്നെ അതിൽ ഫൈബറാണ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായി? ഞാൻ സ്പിനാച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട്, സ്പിനാച്ച് ആയതുകൊണ്ട് തിളപ്പിച്ചിട്ട് ജസ്റ്റ് അരച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫൈബർ ക്വാണ്ടിറ്റിയും കൂടുകയാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ കേസിലായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരുവിധം എല്ലാവരുടെ കേസിലായാലും ഇങ്ങനെ ഈ പ്യൂരീഡ് സാധനങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ആ ടേസ്റ്റ് ബഡ്സേ മാറും. നമ്മൾ നല്ലോണം ക്രേവ് ചെയ്യും വെജിറ്റബിൾസ്. അപ്പോൾ പിന്നെ സാലഡ്സ് ഒന്നും കഴിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനീഷ്യലി അവരുടെ പ്ലേറ്റ് മാറുന്നത്, ഞാനിപ്പോൾ അറിഞ്ഞ ബാലൻസ് പ്ലേറ്റ് മാറുന്നത് ആദ്യത്തേത് ഈ സാധാരണ വെള്ളയപ്പവും മുട്ടക്കറി അല്ലെങ്കിൽ വെള്ളയപ്പവും പാലും പഞ്ചസാരയും തുടങ്ങിയെടുത്തുനിന്ന് വെള്ളയപ്പം, ബീട്രൂട്ട് വെള്ളയപ്പവും മുട്ടക്കറിയും ഒരു ക്യൂക്കമ്പറോ. ഇപ്പോൾ ക്യൂക്കമ്പർ കഴിക്കാൻ പറ്റാത്തവർക്കാണ് ഈ ബീട്രൂട്ട് വെള്ളയപ്പവും മുട്ടക്കറിയും. അതായത് അത് ബാലൻസ്ഡായി. മനസ്സിലായില്ലേ? ഓക്കെ. അതിൽ നിന്നും മാറി പിന്നെയും വെള്ളയപ്പവും മുട്ടക്കറിയും അതിൻ്റെ കൂടെ എന്തെങ്കിലും സാലഡും ആണ്. അങ്ങനെയാണ് ആ പ്ലേറ്റ് മാറി വരുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 3-4 വെള്ളയപ്പം തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ട് കഴിക്കുന്നതിൽ നിന്നും ഒരു വെള്ളയപ്പവും ഒരു മുട്ടയും ഒരു ക്യൂക്കമ്പറുമായിട്ട് മാറും. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ വെജീസ് ഒന്ന്, പിന്നെ പ്രോട്ടീൻ, ഫൈബർ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു. അതിൽ നമ്മൾ ഫൈബറിൻ്റെ കാര്യത്തിലായപ്പോൾ നമ്മൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ മെൻഷൻ ചെയ്തതായിട്ടില്ല. നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നട്ട്സ് കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് എപ്പോഴും തോന്നുമ്പോൾ കഴിക്കാൻ പറ്റുമോ? അത് പിന്നെ അതേമാതിരി തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴുള്ള ഈ പിന്നെ വേറൊരു സംഭവമാണ് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കരുത്, ഫ്രൂട്ട്സ് റോ ആയിട്ട് കഴിക്കണം എന്നൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് ആക്ച്വലി നിങ്ങളെ ലിവറിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം മോശം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുക എന്നുള്ളത്. അതായത് ഫ്രൂട്ടിൻ്റെ വെറുതെ ജ്യൂസ് അരിച്ച് കഴിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ലിവറിന് പോയ്സൺ ആണ് സത്യം പറഞ്ഞാൽ. ഫ്രക്ടോസ് ആണ് ഡയറക്റ്റ് ലിവർ മെറ്റബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ശരിക്കും കാർബ്സ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാർബ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞില്ലേ, പ്ലേറ്റ് മെത്തേഡിൽ ഒരു 1/4 പോർഷൻ വരുന്നതിൻ്റെ കൂടെ ഫ്രൂട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞ ഈ 3 മീൽസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും കഴിക്കുന്നതാണ് ബോഡിക്ക് നല്ലതും. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഷുഗർ ക്രേവിംഗ് ഒന്നും ഇല്ലാതെ നല്ല എനർജി കിട്ടുന്നതും. അതല്ല നിങ്ങൾക്ക് 11 മണിക്കും 4 മണിക്കും ഒരു ആപ്പിളിൽ അല്ലെങ്കിൽ ഒരു ബോൾ വാട്ടർമെലണിൽ ഒരു പേരക്കയിൽ നിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ നട്ട്സ് ഹെൽത്തി ആണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു കൈ നിറയെ എടുക്കും. ഒരു കൈ നിറയെയുള്ള നട്ട്സ് ഒരു ദിവസത്തെ കാലറീസ് ആക്കാം. അത്രയും ഹെൽത്തി ഫാറ്റ്സ് ആണത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഞാൻ ഹെൽത്തി ആയിട്ട് മാറിയല്ലോ, കുറേ നട്ട്സ് ആണ് ഇപ്പോൾ സ്നാക്ക് ചെയ്യുന്നത്, എന്നിട്ട് ഞാൻ വെയിറ്റ് കുറയുന്നില്ല, ഞാൻ ചിലപ്പോൾ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. നട്ട്സ് അത്രയും ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നട്ട്സും സീഡ്സും എല്ലാം കൂടി എനർജി ബോൾസ് ആക്കി വെച്ച് നിങ്ങൾക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാം. എല്ലാം ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. എങ്ങനെ ആക്കി കഴിക്കാനാ? ഞാൻ ഇതിനെ എനർജി ബോൾസ് ആക്കിയിട്ട് വെക്കും. എനർജി ബോൾസ് തന്നെ എല്ലാ നട്ട്സും സീഡ്സും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കും. സോ ദാറ്റ് ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു ചെറിയ ബോളിൽ എല്ലാത്തിൻ്റെയും കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ വരുന്നുള്ളൂ. റാദർ നിങ്ങൾ നട്ട്സ് ഒരു ബോളിൽ കൊണ്ടുവച്ചാൽ ഒരു ഹാൻഡ് ഫുൾ എടുക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു മീലിൻ്റെ കാലറി അവിടെ തീർക്കുക. ഓക്കെ. നട്ട്സ് എന്ന് പറയുമ്പോൾ മെയിൻ നട്ട്സ് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്?
എല്ലാ നട്ട്സും നല്ല, ഓൾ നട്ട്സ് ആൻഡ് സീഡ്സ് നല്ലതാണ്. ആൽമണ്ട്സ്, പിസ്താസ്, കാഷ്യൂസ്, മെക്കാഡമിയ, എന്തും എല്ലാ നട്ട്സും ഒഴിവാക്കില്ല നല്ലത്. ഏതാ നമുക്ക് ഈ സോൾട്ടഡ് അല്ല, സോൾട്ടഡും കൂടി ആണെങ്കിൽ പിന്നെ ഒരു ദിവസം 2 ദിവസത്തെ മീലിന്റെ കാലറിയെ. ഓ സോൾട്ടിന് അത്രയും കാലറീസ് ഉണ്ട്. സോൾട്ടഡ് നട്ട്സ് അതിൻ്റെ ഉള്ളിൽ ഫുള്ളി ഓക്കെ മിക്സ് നട്ട്സ് വരുന്ന പാക്കേജിങ്ങിലൊക്കെ നോക്കിക്കോ. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എടുത്ത് നോക്കി 1500-2000 കാലറി. ഓക്കെ, അപ്പോൾ കാലറി കൺട്രോൾ ചെയ്തിട്ട് നട്ട്സ് കഴിക്കുക എന്നുള്ളത് അല്ലേ? നട്ട്സ് നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റിയിൽ നിർത്താൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാം, അല്ലെങ്കിൽ 11 മണിക്ക് കഴിക്കാം, എല്ലാം എന്തും കഴിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. യെസ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ക്ലയൻസ് ഉണ്ടല്ലോ, അവരൊക്കെ ഒരു ഏജ് കാറ്റഗറി പറഞ്ഞാൽ എത്ര, കുറച്ചുകൂടി ഓൾഡ് ജനറേഷൻ ആണോ? അല്ല, ഓൾഡ് ജനറേഷൻ അല്ല, 22 to 45, മാക്സിമം 45. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ കുറച്ചുകൂടി അവെയർ ആണ് ഇപ്പോൾ, അതുകൊണ്ടാണല്ലോ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത്. അവെയർ മാത്രമല്ല, ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അസിഡിറ്റി, ബ്ലോട്ടിംഗ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രീ ഡയബറ്റിസ്, PCOS, എൻഡോമെട്രിയോസിസ്, തീരൂല പറഞ്ഞാൽ ലിസ്റ്റ്. ഓൾ ദീസ് ഈ 22സിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് നല്ലോണം. എല്ലാവരും സിംറ്റംസ് കൊണ്ടാണ് വരുന്നത്, അല്ലാണ്ട് ആരെ ഈ പറഞ്ഞ പോലെ മന്തി കഴിച്ചിട്ട് സുഖമായി വിട്ടു പോലെ ആർക്കാ വരുന്നത്? സിംറ്റംസ് വരാണ്ട് അതിൻ്റെ കൂടെ ബാക്ക് ഏക്ക്, മുട്ടുവേദന എല്ലാം. ഓക്കെ ഓക്കെ. അല്ല, ഇപ്പോൾ ഈ ക്ലയൻസിലെ ഒരു ഒരു ഇൻസ്പയറിംഗ് ആയ ഒരു ക്ലയൻറ്റ് സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടാവോ? ഇൻസ്പയറിംഗ് ആയത് എൻ്റെ കഥ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞ ഇൻസ്പയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ എൻ്റെ സെയിം കഥയാണ്. കുറേ ഈ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ എൻ്റെ സെയിം സ്റ്റോറിയാണ്, മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞില്ല, ഈവൻ 2 to 3 years മെഡിക്കൽ സ്കൂൾ ചെയ്തിട്ടും ഐ ഡിഡ്ന്റ് നോ ദാറ്റ്, അതായത് ഫുഡ് ഹാബിറ്റ്സ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ആണ് എനിക്ക് ഈ സിംറ്റംസ് ഒക്കെ വരുത്തിയത്, അല്ലെങ്കിൽ എനിക്ക് ആ മടി വരുന്നത്, അല്ലെങ്കിൽ രാവിലെ എനർജി അത്ര ഇല്ല. അത് ഈ തടി കൊണ്ടാണ്, അല്ലെങ്കിൽ തടിയും അതും ഫുഡും റിലേറ്റഡ് ആണ് എന്ന് പോലും, ഈവൻ കമ്മിങ് ഫ്രം എ മെഡിക്കൽ സ്കൂൾ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. അതിപ്പോഴും പലർക്കും അറിയില്ല, മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ഇപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, വെറും ഞാൻ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ ചോയ്സസ് മാത്രം, ഡയറ്ററി പ്രിഫറൻസസ് മാറ്റി ഈ പറഞ്ഞ പോലത്തെ നാടൻ ഭക്ഷണ രീതി തന്നെ, നാടൻ ഭക്ഷണം തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർക്കും സെയിം സ്റ്റോറിയാണ്. അതായത് നമ്മളെ ഭക്ഷണങ്ങൾ ആർക്കും വിടണ്ട, പക്ഷേ ഈ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ പ്ലേറ്റ് മെത്തേഡ് മാറ്റി, ഡയറ്ററി പ്രിഫറൻസസ് മാറ്റി, അതിൻ്റെ കൂടെ എല്ലാം ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത്, ഹൈഡ്രേഷൻ, മൂവ്മെൻറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുന്നതും, സ്വെറ്റ്, സൺലൈറ്റ്, ഓൾ ദീസ് തിങ്സ് ചെയ്തപ്പോഴാണ് കംപ്ലീറ്റ്ലി എനർജറ്റിക് ആയിട്ടും അസുഖമില്ലാണ്ടും ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ തൈറോയിഡും ഇപ്പോൾ ഒരുപാട് ഭയങ്കര കോമൺ ആണ് തൈറോയിഡ് മെഡിസിൻ എടുക്കുന്നത്. 22 to 30 year old ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, അപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം റിവേഴ്സിബിൾ ആണ് എന്നുള്ളത്, ഹാബിറ്റ്സ് മാറ്റി എല്ലാം ലൈഫ് സ്റ്റൈൽ ചോയ്സസും ഡയറ്ററി പ്രിഫറൻസസും മാത്രം മാറ്റിയാൽ കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞൂടെ, ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും, ഇപ്പോൾ ഞാനൊക്കെ അത് ചെയ്യുന്ന ആളാണ്. അതായത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ഫുഡ് കാണുന്നുണ്ടാവുക. ലൈക്ക് ഒരു യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീൽസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഒരു മെജോറിറ്റി ആൾക്കാരും. എൻ്റെ ഫ്രണ്ട്സിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ഈ പറഞ്ഞൊരു ഫുഡ് ഹാബിറ്റിനെ, അല്ലെങ്കിൽ നമ്മളത് ഫുഡ് ഇൻടേക്കിനെ ബാധിക്കുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഭക്ഷണം ഈ ക്വാണ്ടിറ്റിയിൽ കഴിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്ത് മൈൻഡ്ഫുള്ളായിട്ട് അത് കഴിക്കണം. ഫോണും വേറെ ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ പ്ലേറ്റ്സ് അയക്കാൻ പറയുമ്പോൾ പറയും, രാവിലെ തിരക്കായിരുന്നു, മക്കളെ വിടുന്ന തിരക്കായിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ റഷ് ചെയ്ത് ഓടിയിട്ട്, നിങ്ങൾക്ക് ഈ ഫുഡിൽ നിന്നാണ് എനർജി കിട്ടേണ്ടത്. എന്നിട്ട് ഈ റഷ് ചെയ്ത് ഓടിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത് എത്രയാണ്? 2 മിനിറ്റോ? നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ 5 മിനിറ്റേ വേണ്ടൂ മാക്സിമം. മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്ന്, നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ക്വാണ്ടിറ്റി അല്ലേ കഴിക്കാനുള്ളൂ. ഒരപ്പം, ഒരു ചിക്കൻ കറി, കുറച്ച് സാലഡ്,
അത് വെരി മൈൻഡ്ഫുൾ ആയിട്ട് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് അത് ഓരോ പീസ് ചവച്ചരച്ച് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഈസ് മാൻഡേറ്ററി. അല്ല എന്താ ഞാൻ കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ വീഡിയോസ് കണ്ടിട്ട് കഴിക്കുമ്പോൾ നമ്മളത് അറിയാണ്ട് ഓവർ ഈറ്റിംഗ് ആയി അതെ, പോകും. അറിയാണ്ട് ഓവർ കാരണം നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്നില്ല നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുള്ളത്. ബ്രെയിൻ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് പിന്നെ അതല്ല നിങ്ങളും ആസ്വദിക്കുന്നോ, നിങ്ങൾ ആ ടേസ്റ്റ് ബഡ്സിന് നിങ്ങൾ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്നോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ വെറുതെ വായിലിടുക, അപ്പോഴാണ് ഇത് മതിയാവാണ്ടാവുന്നതും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഓവർ ഈറ്റിംഗ് പൊതുവെ എല്ലാവരും ഓവർ ഈറ്റ് 100%. പിന്നെ നിങ്ങൾ ഈ സ്നാക്സ് ടി വി കാണുമ്പം ചെയ്തിട്ട് ഓൾറെഡി ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വരും എന്നുള്ളത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഈ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ശരിക്കും. ത്രൂ ഔട്ട് ദ ഡേ വെരി എനർജറ്റിക് ആയിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ. പിന്നെ അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നായിട്ട് എല്ലാവർക്കും കൊടുക്കാവുന്ന മെയിൻ ടേക്ക് അവേ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വൺ അഡ്വൈസ് ബിഫോർ വൈൻഡിങ് അപ്പ് ദി എപ്പിസോഡ്? പറഞ്ഞത് തന്നെ ഒന്നും കൂടി പറയണം എന്നുള്ളത്. ഓക്കെ, അല്ല കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് ഇതന്നെ പറയാനുള്ളൂ. ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം നമുക്ക് പറഞ്ഞ പോലെ, പക്ഷെ ഇഷ്ടമുള്ളത് അത്രയും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി ഒരുപാട് വാല്യൂ തന്ന ഒരു എപ്പിസോഡാണിത്. ഒരുപാട് നമ്മളെ കാണുന്ന വ്യൂവേഴ്സിന് ഡെഫിനറ്റ്ലി നല്ല ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് ഫോളോ ചെയ്യുക. നമുക്ക് ഇനിയും ഇരിക്കണം. താങ്ക് യു സോ മച്ച്. ഞാനേ ഇപ്പോൾ ഒരു സാമ്പിൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഈ പ്ലേറ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വ്യൂവേഴ്സിന് കാണുന്നുണ്ടാവും ചിലപ്പോൾ. അതായത് നമുക്കിങ്ങനെ പ്ലേറ്റ് മേടിക്കാൻ കിട്ടും. അതായത് ഇപ്പോൾ എന്താ പറഞ്ഞ പോലെ തന്നെയുള്ള പോർഷൻസ് ആക്കിയിട്ടുള്ള ഒരു പ്ലേറ്റിന് 3 മുറിച്ചിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഈ പ്ലേറ്റ് ഒന്ന് മേടിക്കുക. എല്ലാവരും ഈ പ്ലേറ്റ് മേടിച്ചിട്ട് ഇതിൽ ഓരോ സെക്ഷനിൽ ചായക്കടി എടുക്കുന്ന പ്ലേറ്റ് ഉണ്ടാൽ മതി. അതാണ് 9 പ്ലേറ്റ്. ചായക്കടി. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ, എന്നാൽ ഞാൻ മാമിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്.